ഓൾ, ഗുഡ് ഈവനിങ്. കറക്റ്റ് ടൈമിൽ നമ്മൾ 7:30 നമ്മുടെ ഐ ഡി ഓപ്പൺ ആയിട്ടുണ്ട്. വിത്തിൻ മിനിറ്റ്സുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഐ ഡി ഫിൽ ആയിട്ടുണ്ട്. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും വളരെ എക്സൈറ്റ്മെന്റോട് കൂടി കാത്തിരുന്ന ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എന്റെ പേര് ശ്രീലക്ഷ്മി, കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ ആണ്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ ബിസിനസ്സിനോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ സ്വദേശം എന്ന് പറയുന്നത് ഇവിടെ കാസർഗോഡ് നീലേശ്വരമാണ്. പ്രൊഫഷൻ ഞാൻ ഒരു MA BEd കാരിയാണ്. പ്രൊഫഷണലി ഞാൻ ഒരു ടീച്ചറാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി ബിസിനസ് ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് എനിക്കിപ്പോ ഈ നിമിഷത്തിൽ കിട്ടിയിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു അവസരത്തിൽ നിങ്ങളെ എല്ലാവരെയും അഭിസംബോധന ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വളരെ സന്തോഷം, അഭിമാനം. അപ്പൊ ഞാൻ പറഞ്ഞു, പോസ്റ്റർ വന്ന സമയം മുതലേ നിങ്ങളിൽ പല ആളുകളും എന്നല്ല, നിങ്ങൾ എല്ലാവരും വളരെ എക്സൈറ്റ്മെന്റോടുകൂടി കാത്തിരിക്കുകയാണ് അല്ലെ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ ലിങ്ക് 7:30 ഓപ്പൺ ചെയ്തു. പറഞ്ഞ പോലെ തന്നെ മിനിറ്റ്സുകൾക്കുള്ളിൽ തന്നെ ഐഡിയും ഫിൽ ആയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ദേശം, എന്തിനു വേണ്ടിയാണ് എന്നുള്ളതൊക്കെ വരുന്ന നിമിഷങ്ങൾ, വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ബോധ്യമാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു നാഴികക്കല്ല് തന്നെയാണ് ഈ മീറ്റിംഗ് ഉണ്ടാവുക എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. എല്ലാവരും വളരെ എക്സൈറ്റ്മെന്റോടുകൂടി കാത്തിരിക്കാണെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 5 കാലമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് മുൻ പരിചയമോ അല്ലെങ്കിൽ ഇത് ചെയ്ത ആളുകളുമായിട്ടുള്ള കോണ്ടാക്റ്റോ ഒന്നുമില്ല. ഇവിടെ മുൻ പരിചയം ഒന്നുമില്ലാണ്ട് ഈ ബിസിനസ്സിലേക്ക് കയറി വന്ന് ഇന്ന് 11 റാങ്ക് അച്ചീവ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ ഹെൽപ്പും സപ്പോർട്ടും അതോടൊപ്പം തന്നെ ഗൈഡൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ കമ്പനിയുടെ, നിങ്ങൾ എല്ലാവരും നമ്മുടെ കമ്പനിയുടെ പ്ലാൻ കേട്ടുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നതാണ് അല്ലെ. ചെറുതായിട്ടെങ്കിലും എല്ലാം ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടിയും ചില പേജുകൾ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ടായിരിക്കും. വളരെ സന്തോഷത്തോടു കൂടിയും ചില സംശയങ്ങളോട് കൂടിയും ഒക്കെ ഈ ബിസിനസിനെ സമീപിച്ചവരായിരിക്കും നിങ്ങളിൽ പലരും. അപ്പോ നമ്മുടെ കമ്പനിയുടെ പ്ലാനിന്റെ പേജിന്റെ അവസാന ഘട്ട പേജ് ഇതില് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിജിറ്റൽ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് അല്ലെ. അതെ, ഞാൻ പറഞ്ഞു, എന്നെ പോലെ യാതൊരു മുൻപരിചയവും എക്സ്പീരിയൻസും ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലേക്ക്, ഇങ്ങനെ ഒരു ഡയറക്ട് സെല്ലിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്ക് ആത്മവിശ്വാസവും ധൈര്യവും വർക്ക് ചെയ്യാനുള്ള മനോഭാവവും മാത്രം പോരാ. നമുക്ക് അതിനെ ഗൈഡ് ചെയ്യാൻ, അതിനെ ട്രെയിൻ ചെയ്യാൻ ഒരു പറ്റം ആളുകൾ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. അതെ, ഫിജിക്കാർട്ടിൽ അങ്ങനെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആണ് നമ്മുടെ ഫിജിറ്റൽ അക്കാഡമി എന്ന് പറയുന്നത്. നമ്മുടെ മാനേജ്മെന്റും നമ്മുടെ ടീമിന്റെ ലീഡേഴ്സും ഒക്കെ ചേർന്നിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഫിജിറ്റൽ അക്കാഡമിയുടെ നിലവിൽ ഒരുപാട് ഫിസിക്കൽ BOPകളും മറ്റ് ഡിജിറ്റൽ ആയിട്ട് ട്രെയിനിങ് പ്രോഗ്രാമുകളും ഒക്കെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഫിജിറ്റൽ അക്കാഡമിയുടെ ഏറ്റവും നല്ല വലിയൊരു വിഷനോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ് വേ ടു സക്സസ് എന്നുള്ളത്, വിജയത്തിലേക്കുള്ള വഴി. അത് ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ആദ്യം ഒരു 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം പോകുന്നത്. അതിൽ ഫസ്റ്റ് സെഷനിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള സീനിയർ മാർക്കറ്റിംഗ് ഹെഡ് അജയ് സാർ ആണ്. നമുക്കറിയാം, കമ്പനിയുടെ സ്റ്റാർട്ടിംഗ് ടൈം മുതൽ കമ്പനിക്കൊപ്പം വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, ഒപ്പം നമുക്കൊക്കെ സുപരിചിതനായിട്ടുള്ള, ഞാനൊക്കെ ഈ കൺസെപ്റ്റിൽ വന്നിട്ട് ഇപ്പൊ 5 വർഷം പൂർത്തിയാവുമ്പോൾ നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒരു വ്യക്തി, ഒപ്പം തന്നെ എപ്പോഴും പുഞ്ചിരിയോടുകൂടി വളരെ സൗമ്യതയോടുകൂടി എല്ലാ കാര്യങ്ങളെയും നോക്കി കാണുന്ന ഒരു വ്യക്തി. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അജയ് സാറിനെ, നമ്മുടെ കമ്പനിയുടെ സീനിയർ മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ടുള്ള അജയ് സാറിനെ വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും വേ ടു സക്സസ് സ്ക്രീനിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. സർ, പ്ലീസ് വെൽക്കം. വെരി ഗുഡ് ഈവനിങ് ടു ആൾ. ഫിജിറ്റൽ അക്കാദമി എന്നുള്ളത് ഇപ്പോ ശ്രീലക്ഷ്മി സൂചിപ്പിച്ചു. ഫിജിക്കാർട്ടിന്റെ തുടക്കം മുതൽ ഫിജിക്കാർട്ടിലൂടെ ഏത് സാധാരണക്കാരനും എങ്ങനെ സക്സസ് ആവാം എന്നുള്ളത്, ഒരു ഡയറക്ട് സെല്ലിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട്, ഫിജിക്കാർട്ടിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എങ്ങനെ ഈസിയായി സക്സസ് ആവാം എന്നുള്ളതിനുള്ള ഒരു മാർഗം, അത് നമ്മുടെ പ്ലാൻ പ്രസന്റേഷനിലൊക്കെ തുടക്കകാലം തൊട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഫിജിറ്റൽ അക്കാദമി. ഫിജിറ്റൽ അക്കാദമി നിങ്ങളുടെ ലീഡർഷിപ്പിനെ പുറത്തു കൊണ്ടുവരുമെന്നും ലീഡർഷിപ്പിനെ ബിൽഡ് ചെയ്യാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിലും ഫിസിക്കൽ മാർക്കറ്റിംഗിലും ഒക്കെ നിങ്ങളുടെ ഒരു ഓവറോൾ സക്സസിന് ഉതകുന്ന തരത്തിൽ നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറ്റിയെടുക്കുന്ന ഒരു വേദിയാണ് ഫിജിറ്റൽ അക്കാദമി എന്നാണ് നമ്മുടെ പ്ലാൻ പ്രസന്റേഷൻ അടക്കം എപ്പോഴും തുടക്കം തൊട്ടേ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് തുടക്കം തൊട്ട് തന്നെ ഒരുപാട് ആക്ടിവിറ്റികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്.
ഇവിടെ വാർത്തെടുക്കപ്പെട്ടിട്ടുള്ള ഓരോ ലീഡേഴ്സിനെ സംബന്ധിച്ചും അവരുടെ ഇനീഷ്യൽ ലെവലിൽ ഫിജിക്കാർട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനുള്ള മാർഗനിർദ്ദേശം കൃത്യമായിട്ട് കിട്ടിയിട്ടുള്ളത് ഫിജിറ്റൽ അക്കാദമിയിലൂടെയാണ്. പക്ഷെ പിന്നീടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ലീഡർഷിപ്പിൽ വന്നിട്ടുള്ള പല ആളുകളും കിട്ടിയിട്ടുള്ള കാര്യങ്ങളെ അവരുടേതായിട്ടുള്ള രീതിയിലും അതേ സമയത്ത് തന്നെ നമ്മുടെ ഫിജിക്കാർട്ടിന്റെ സിസ്റ്റത്തിൽ നിന്നുകൊണ്ടും ടീമുകളിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടപ്പോഴാണ് ഫിജിക്കാർട്ടിന്റെ ഒരു വലിയ ഗ്രോത്ത് സാധ്യമായിട്ടുള്ളത്. അപ്പോ ഇപ്പൊ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചും ഓരോരുത്തരെ സംബന്ധിച്ചും നിലവിൽ അവരെല്ലാവരും പെർഫോം ചെയ്യുന്ന വേദിയിൽ അല്ലെങ്കിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽ തൊഴിലിൽ അവർ നിൽക്കുന്ന മേഖലകളിലൊക്കെ അവരവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. അതേസമയം അവരുടെ ആ കഴിവുകളെ എങ്ങനെ ഒരു ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പ്രയോജനപ്പെടുത്താം എന്നുള്ള രീതിയിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ എങ്ങനെ മോൾഡ് ചെയ്യപ്പെടും എന്നുള്ളതിന് അതിനൊരു എഡ്യൂക്കേഷൻ കൂടിയേ തീരും. അത് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്ലാറ്റ്ഫോം എന്ന് മാത്രമല്ല, ഞാൻ പല പ്രോഗ്രാമുകളിലും പല ട്രെയിനിങ് പ്രോഗ്രാമുകളിലും ഞാൻ പറയാറുണ്ട്, ഏത് ബിസിനസ് ചെയ്യണമെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയും അതിൻ്റെതായിട്ടുള്ള നോളജും കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു വ്യക്തിക്ക്, സാധാരണ ഒരു വ്യക്തിക്ക് പോലും സക്സസ് ആവാൻ സാധ്യമാവുള്ളൂ. അപ്പൊ അത് ഉദാഹരണമായിട്ട് ഒരു തട്ടുകട നടത്തുന്നതാണെങ്കിൽ പോലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ്. അത് ടെക്സ്റ്റൈൽ ബിസിനസ്സോ ഹോട്ടൽ ബിസിനസ്സോ മറ്റെന്ത് ബിസിനസ് ആണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള നോളജ് ഉണ്ടെങ്കിലും അതിന്റെ സിസ്റ്റം ഫോളോ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ മേഖലയിൽ ആ വ്യക്തിക്ക് സക്സസ് ആവാൻ പറ്റൂ. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹയർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു MBA ഗ്രാജുവേറ്റ് ആണ്, MBA റാങ്ക് കിട്ടിയ ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് അയാൾ റാങ്ക് കിട്ടിയത് കൊണ്ട് അദ്ദേഹം ആ സ്ഥാപനത്തിൽ ജോലി ഈസി ആയിട്ട് അദ്ദേഹത്തിന് ഒരു ചെയർ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നില്ല. മറിച്ച് ആ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു 15 മുതൽ 3 മാസം വരെയുള്ള സമയം, 15 ദിവസം മുതൽ 3 മാസം വരെയുള്ള സമയം ചിലപ്പോൾ ഒരു പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. ആ സമയത്ത് ആ സ്ഥാപനത്തിന്റെ സിസ്റ്റം എന്താണ്, അത് പ്രവർത്തിക്കുന്ന രീതി എന്താണെന്ന് ബോധ്യപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ആ മേഖലയിൽ ആ സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹത്തിന് സക്സസ് ആയിട്ട് മാറാൻ സാധിക്കുള്ളൂ, അദ്ദേഹത്തിന് അവിടെ നിന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ സിസ്റ്റത്തെ ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ തൊഴിൽ ഉപേക്ഷിച്ച് അയാൾ മറ്റൊരു തൊഴിൽ, അദ്ദേഹത്തിന്റെ മനസ്സിനിണങ്ങുന്ന ഒരു തൊഴിലിലേക്ക് അദ്ദേഹത്തിന് മാറിപ്പോകേണ്ടതായിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്ലാറ്റ്ഫോം എടുത്തു നോക്കിയാൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്ലാറ്റ്ഫോമിൽ ഡയറക്ട് സെല്ലിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പല ആളുകൾക്കും, ഈ മേഖലയിൽ വരുന്ന പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ്. പലപ്പോഴും മുൻപ് പല ലീഡേഴ്സും പല ടീം മെമ്പേഴ്സും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ചില ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫിജിക്കാർട്ടിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത് എപ്പോഴും പറയാറുണ്ട്. എങ്ങനെയാണ് വീട് വെക്കാൻ പറ്റുക, എങ്ങനെയാണ് കാറ് വാങ്ങാൻ പറ്റുക, എങ്ങനെയാണ് സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കാൻ പറ്റുക, ഇതെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് പറയാറുണ്ട്. പക്ഷെ എങ്ങനെ? പലപ്പോഴും പല മെമ്പേഴ്സും വന്ന് ചോദിച്ചിട്ടുള്ളത്, ഇതൊക്കെ ഞങ്ങൾക്കറിയാം, ഫിജിക്കാർട്ടിലൂടെ സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കാൻ പറ്റുമെന്നും കാറ് വാങ്ങാൻ പറ്റുമെന്നും വീട് വെക്കാൻ പറ്റുമെന്നും ഒക്കെ ഉള്ളത് ഞങ്ങൾക്കറിയാം, അത് അറിഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്നത്. പക്ഷേ എങ്ങനെ, ഹൗ ടു ഡു ഇറ്റ്, ആ ഒരു രീതി പറഞ്ഞു കിട്ടാൻ, അത് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്കും അതുപോലെ പ്രവർത്തിക്കാൻ പറ്റൂ എന്ന് പല സാധാരണ ആളുകളും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമാണ് ഫിജിറ്റൽ അക്കാദമി എടുത്തിട്ടുള്ള ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്, ഹൗ ടു ഡു ഇറ്റ്. ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചും അദ്ദേഹത്തിന് ഫിജിക്കാർട്ടിന്റെ പ്ലാറ്റ്ഫോമിൽ വന്നാൽ അതിന്റെ തുടക്കം തൊട്ട് അതിന്റെ ഓരോ സക്സസ് ഘട്ടങ്ങളിലൂടെയും നമ്മളുടെ റാങ്കുകളൊക്കെ ഉണ്ട്. സെയിൽസ് റെപ്രസെന്റേറ്റീവിൽ തുടങ്ങി സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് തുടങ്ങി നാഷണൽ സെയിൽസ് ടീം മാനേജർ വരെയുള്ള 13 റാങ്കുകൾ നമുക്കുണ്ട്. ഓരോ റാങ്കിലൂടെയും കടന്നു പോകുമ്പോൾ അവിടെ ഒരു സാധാരണക്കാരനായിട്ട് വന്ന ഒരാൾ തന്നെയാണ് ഈ റാങ്കുകൾ കടന്നു പോകുന്നത്. ഓരോ റാങ്കിൽ കടന്നു പോകുമ്പോഴും അവരുടെ പെർഫോമിംഗ് ലെവലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ലീഡർഷിപ്പിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, എന്ത് തരത്തിലാണ് അവർക്ക് ഈ ബിസിനസ്സിനെ ഹോൾഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ള നോളജ് അതാത് ഘട്ടങ്ങളിൽ കിട്ടിയിട്ടുണ്ടെങ്കിലാണ് അവർക്ക് ഒരു യഥാർത്ഥ ലീഡർഷിപ്പിൽ നിന്ന് പെർഫോം ചെയ്യാൻ പറ്റുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു പെർഫോമിംഗ് ലീഡർഷിപ്പിലേക്ക് മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വേദി ഒരുക്കുകയാണ് ഫിജിറ്റൽ അക്കാദമി. ആ ഫിജിറ്റൽ അക്കാദമിയുടെ ഇനിഷ്യേറ്റീവ് ആണ് ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ്. നമ്മൾ നേരത്തെ MC ട്രെയിനിങ്ങും പ്ലാൻ പ്രസന്റേഷൻ ട്രെയിനിങ്ങും ഒക്കെ എക്സലൻസ് 2026 എന്നുള്ള ഒരു പ്രോഗ്രാം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെയുള്ള ഫിജിറ്റൽ അക്കാദമിയുടെ ഡിഫറെന്റ് ഇനിഷ്യേറ്റീവ്സ് ഇനിയും ഉണ്ടാവും. ലീഡർഷിപ്പിൽ നിന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് അവരുടെ ലീഡർഷിപ്പ് സ്കില്ലിനെ മോൾഡ് ചെയ്തെടുത്തുകൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഇനിഷ്യേറ്റീവുകൾ ഇനിയും ഉണ്ടാവും, പ്രോഗ്രാമുകൾ ഇനിയും ഉണ്ടാവും. ഇതെന്ന് പറയുന്നത്, ഈ ഒരു പ്രോഗ്രാം വേ ടു സക്സസ് എന്ന് പറയുന്ന പ്രോഗ്രാം, ഇതൊരു വേ ടു സക്സസ് ആണ്. സക്സസിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന
ഒരു വേ തുറന്നു തരിക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഫസ്റ്റ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഇന്ന് ആരംഭിക്കുന്ന വേ ടു സക്സസിന്റെ സീരീസ് ഫസ്റ്റ് ആ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുന്ന എല്ലാ ആളുകളെയും വളരെ സ്നേഹത്തോടു കൂടി, വളരെ ആദരവോടു കൂടിയിട്ട് ഈ പ്രോഗ്രാമിലേക്ക് ഞാനും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രോഗ്രാമിൽ മാനേജ്മെന്റ് സൈഡിൽ നിന്നും കൂടിയുള്ള ഇടപെടൽ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഒബ്സർവേഷന്റെ ഭാഗമാണ്. എല്ലാ റാങ്കിൽ നിൽക്കുന്ന ആളുകളും ഇതിൻ്റെ അകത്തുണ്ടാവും. സെയിൽസ് റെപ്രസെന്റേറ്റീവ് തുടങ്ങി NSTM റാങ്കിൽ നിൽക്കുന്നവർ വരെയുള്ള ആളുകൾ ഈ ഒരു പ്രോഗ്രാമിലുണ്ട്. അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധയും എല്ലാവരുടെയും ക്ഷമയും എല്ലാവരുടെയും ഉൾക്കൊള്ളലുമാണ് ഈ ബിസിനസ്സിനെ ഇനി അങ്ങോട്ട് നയിക്കുക. അപ്പൊ അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്നും എല്ലാ വിജയാശംസകളും നേരുന്നു. ഫിജിറ്റൽ അക്കാദമിയുടെ ഇനി ഉള്ള ഇനിഷ്യേറ്റീവുകളിലും നിങ്ങൾക്കും നിങ്ങളുടെ മുഴുവൻ ടീം അംഗങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കും. അതിലേക്കും കൂടിയുള്ള ശ്രദ്ധയുണ്ടാവണം. ഈ ബിസിനസിന്റെ ഈ ഒരു നടത്തുന്ന ഈ 1.5 മണിക്കൂർ ഒരു ട്രെയിനിങ് സെഷൻ ഈ ഒരു ഫിജികാർട്ടിന്റെ NSTM ലീഡർഷിപ്പിൽ നിൽക്കുന്ന പ്രവീൺ സാറാണ് ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. ഇത് ഒരു ലീഡറിൽ മാത്രം നിൽക്കുന്നതല്ല. ഫിജിറ്റൽ അക്കാദമി എന്ന് പറയുന്നത് എല്ലാ പെർഫോമിംഗ് ലീഡേഴ്സിനും പെർഫോം ചെയ്യാൻ പറ്റുന്ന വേദി ഒരുക്കൽ കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം. ഇനിയുള്ള ഘട്ടങ്ങളിൽ ഓരോ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകൾക്കും അവരുടെ നിലവിലുള്ള സ്കില്ലുകളൊക്കെ ഉപയോഗപ്പെടുത്താൻ ഈ പ്ലാറ്റ്ഫോം ഉപകരിക്കും. അതിലൂടെ നിങ്ങളും ഒരു ബ്രാൻഡായി മാറാനുള്ള വേദി ഒരുക്കൽ കൂടിയാണ് ഇത് ഫിജിറ്റൽ അക്കാദമിയുടെ വേ ടു സക്സസ് എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ എല്ലാവരും ശ്രദ്ധയോട് കൂടിയിട്ട് ഉണ്ടാവണം. 1.5 മണിക്കൂർ സമയമേ ഉള്ളൂ. 1.5 മണിക്കൂർ സമയം എന്ന് പറയുന്നത് ഒരു ബേസിക് ട്രെയിനിങ് പ്രോഗ്രാമിനെ സംബന്ധിച്ച് ക്രീമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുക. ക്രീം കാര്യങ്ങളെ നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് ഉൾക്കൊള്ളാനും അത് ഉപയോഗപ്പെടുത്താനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പല ആളുകളുടെയും ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഹൗ ടു ഡു ഇറ്റ്, എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളതിനുള്ള ചില ലളിതമായിട്ടുള്ള മാർഗങ്ങൾ ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്ലാറ്റ്ഫോമിൽ, ഫിജികാർട്ടിന്റെ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ഈസിയായി നിങ്ങൾക്ക് ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് അച്ചീവ്മെന്റ് ഉണ്ടാക്കി മുന്നോട്ട് പോകാം എന്നുള്ളതിനാണ് ഈ ഒരു പ്രോഗ്രാം. അതുകൊണ്ട് എല്ലാവരും ക്ഷമയോടുകൂടിയും വിനയത്തോടു കൂടിയിട്ടും ഒക്കെ കേൾക്കാനും അത് ഉൾക്കൊള്ളാനും അത് നിങ്ങളുടെ അറിവിലേക്ക് കിട്ടുന്ന കാര്യങ്ങളെ നിങ്ങളുടെ പ്രവൃത്തി പദത്തിൽ അത് വിനിയോഗിക്കാനും സാധിക്കണം. നിർബന്ധമായും ഇതിന്റെ ആക്ടിവിറ്റി സൈഡിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ സെഷൻ. അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റികളിൽ നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെ പ്രവൃത്തികളിൽ അത് പ്രതിഫലിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സെഷനിലേക്ക് പോവാം. ഹാൻഡ് ഓവർ ടു ശ്രീലക്ഷ്മി. താങ്ക് യു അജയ് സർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വളരെ എക്സൈറ്റ്മെന്റോടുകൂടി പോസ്റ്റ് കണ്ടപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെഷനാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഫിജികാർട്ട് എന്ന കമ്പനിയുടെ ഫസ്റ്റ് ഇങ്ങനെ ഒരു വേ ടു സക്സസ് എന്ന പ്രോഗ്രാം നടത്താൻ ട്രെയിനറായിട്ട് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇന്ന് ഈ സ്ക്രീനിലേക്ക് വരാനുള്ളത്. മറ്റാരുമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള പ്രവീൺ ചെറിയ സർ. ഇന്റർനാഷണൽ ട്രെയിനറാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് അദ്ദേഹം. വളരെ പോസിറ്റീവായിട്ട് ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന, കമ്പനിക്കൊപ്പം വളരെ ശക്തമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പ്രവീൺ സർ. ആരൊക്കെ പോയാലും എന്തൊക്കെ സംഭവിച്ചാലും കമ്പനി ഇവിടെ ഉണ്ടോ, ബോബി സാർ ഇവിടെ ഉണ്ടോ, പ്രവീൺ ചെറിയത്ത് ഇവിടെ ഉണ്ടാവും എന്നൊക്കെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ കോൺഫിഡൻസോട് കൂടി ഈ ബിസിനസിനെ സമീപിച്ച് പ്രവർത്തിക്കുന്ന ഒരു പറ്റം ആളുകൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ നൽകുന്ന നമ്മുടെ പ്രവീൺ ചെറിയത്ത് സാറിനെ ട്രെയിനിങ് സെഷനിലേക്ക് ഈ വേ ടു സക്സസ് എന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും നട്ടലായിട്ടുള്ള ട്രെയിനിങ് സെഷനിലേക്ക് അദ്ദേഹത്തിനെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രവീൺ സർ, പ്ലീസ് വെൽക്കം. Thank you, Sri Lakshmi. Thank you for a wonderful introduction speech നടത്തിയ അജയ് സാറിനും ഒരുപാട് നന്ദി. അപ്പോ പൊളിക്കല്ലേ നമ്മള്? ആർ യു റെഡി? ഇത് നമുക്കിപ്പോ ഓൺലൈനിൽ കൂടി ചെയ്യാട്ടോ, നമ്മൾ തകർക്കാൻ പോകണമെന്ന്. അപ്പൊ ആർ യു റെഡി? റെഡി ആണെന്നുണ്ടെങ്കിൽ വേഗം തംസപ്പുകൾ പോരട്ടെ, വേഗം ഇട്ടോ തംസപ്പുകൾ പോരട്ടെ. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാമിന് വരുന്ന സമയത്ത് കുറെ കയ്യടി കിട്ടുമ്പോഴും അല്ലെ, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും ഒക്കെയാണ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാം. അപ്പോ നേരത്തെ ശ്രീലക്ഷ്മി പറഞ്ഞ വാക്കുകളെ കടമെടുക്കുന്നു. വളരെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിട്ട് ഫിജികാർട്ടിന്റെ ഇന്നത്തെ ഈ പ്രോഗ്രാം മാറിയിരിക്കുക. കാരണം എന്താ അറിയോ, 8 മണിക്ക് തുടങ്ങേണ്ട പ്രോഗ്രാമാണ്. 8 മണി തൊട്ട് 9:30 വരെയാണ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം. ഒന്ന് ആലോചിച്ച് നോക്കി, 7:49 ആകുമ്പോഴേക്കും MC യുടെ പ്രോഗ്രാം കഴിഞ്ഞു.
ഇൻട്രൊഡക്ഷൻ സ്പീച്ച് കഴിഞ്ഞു. 7:49 നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ കാരണം എന്താണെന്നറിയോ? അരമണിക്കൂറായിരുന്നു നമ്മൾ 1000 പേർക്ക് കയറാൻ വേണ്ടിയിട്ട് സമയം ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ കയറിയത് 3 മിനിറ്റ് കൊണ്ടാണ്. 3 മിനിറ്റ് കൊണ്ടാണ് 1000 പേരെന്ന് പറയുന്ന കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളത്. നാളെ കംപ്ലൈന്റുകളുടെ കളിയായിരിക്കും. എനിക്ക് കയറാൻ പറ്റിയില്ല, നിങ്ങൾ എന്ത് പണിയാ കാണിച്ച്, അല്ലെ? അയ്യോ, ഞാൻ വന്നപ്പോഴേക്കും 1000 അടിച്ച് നിൽക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടാവും. ഇതിനേക്കാളും വലിയ കോൺഫിഡൻസ് എന്താണോ നമുക്ക് വേണ്ടത്, അല്ലെ? 1000 വ്യക്തികള് റെഡി. ഞാന് എൻ്റെ അടുത്ത് നേരത്തെ കമ്പനിയിൽ നിന്ന് നീതു മാഡം വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഒന്ന് ജോയിനിങ്ങിന്റെ റിക്വസ്റ്റ് ഇട്ട് നിന്നേക്കൂ, കാരണം ഇത് ഓൺ ആകുമ്പോഴേക്കും ചിലപ്പം ഫില്ലാവും. അപ്പൊ അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാനത് ഏതാണ്ട് ഒരു 7:20 തന്നെ ഓണാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഓൺ ആകുന്ന സമയത്ത് 336 പേരാ കയറിയത്. 336 പേര് അവർ റെഡി ആയിട്ടിരിക്കുകയാണെന്നല്ലേ അർത്ഥം? ഇതിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് നമ്മുടെ വലുപ്പം അറിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം, അല്ലേ? യോജിക്കുന്നോ? നമുക്ക് നമ്മുടെ വലുപ്പം അറിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഫിജിക്കാട്ടിലെ മിടുക്കന്മാർക്ക് ഫിജിക്കാട്ടിന്റെ വലുപ്പം അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ നിങ്ങൾ ആന പോകുന്ന, അയ്യോ, ഞങ്ങൾ ഈ തൃശ്ശൂരാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ആന, കൊട്ട്, പൂരം, ബഹളം ഇതൊക്കെ ഇല്ലാണ്ട് എന്താഘോഷം? അപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആനകളൊക്കെ പോകും. പ്രത്യേകിച്ച് ഗുരുവായൂരാണ്. ഞങ്ങൾ ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ആനകളുടെ കോട്ടയാണ്, അല്ലെ? ആനക്കോട്ടയൊക്കെ ഉള്ളതല്ലേ അവിടെ. ഈ ആന പോകുമ്പോ ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, കുറെ പട്ടികള് അതിന്റെ പിന്നാലെ ചെന്നിട്ട് കുരയ്ക്കും. ഇപ്പൊ ഞാൻ ആനേനെ കടിച്ചു കളയും, ഇപ്പൊ ഞാൻ ആനേനെ കൊല്ലും എന്നുള്ള ലെവലിലാണ് ഈ പട്ടികൾ കിടന്ന് കുരയ്ക്കുന്നത്. പക്ഷെ ആനയ്ക്ക് ഇതൊക്കെ നോക്കാൻ എവിടെയാ നേരം? ആന തെടമ്പെടുക്കാൻ പോവല്ലേ? ആന തെടമ്പെടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ഫോക്കസിൽ അതിന്റെ കാര്യങ്ങളായിട്ട് പോണ സമയത്ത് ഇവിടെ കിടന്ന് കൂക്കു വിളിക്കണതൊന്നും നമുക്കതൊരു വിഷയമല്ല. അപ്പൊ ഫിജിക്കാട്ടിലെ എല്ലാ കൊമ്പന്മാർക്കും എല്ലാ അയ്യോ, കൊമ്പന്മാർ മാത്രമല്ല, പിടിയാനകളും ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോ ഒന്ന് കൈ അടിച്ചിട്ട് നമുക്ക് തുടങ്ങാൻ. നേരത്തെ അജേഷ് സാറിന് നല്ലൊരു കൈയടി, അതുപോലെ ശ്രീലക്ഷ്മി മാഡത്തിന് നല്ലൊരു കൈയടി. അല്ല, അത് സ്ക്രീനുമേ തൊടുക. അപ്പൊ അവിടെ കൈ അടിക്കണ ഒരു മഞ്ഞ കൈ കാണാം. ആ മഞ്ഞ കൈമ കുത്തുക. അപ്പൊ കൈയടി വരട്ടെ. അടിപൊളി. കാര്യത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് ദ വേ ടു സക്സസ് എന്നാണ്. ദ വേ ടു സക്സസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിജയിക്കാനുള്ള വഴി എന്താണ്? പക്ഷെ പ്രശ്നം എവിടെയാണെന്നറിയോ? ഞാനിത് എന്താ സംസാരിക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചത്. ഇവിടെ ഞാനിപ്പോ എന്റെ ഓഫീസിലിരിക്കുന്നത്, ഇവിടെ കംപ്ലീറ്റ് റെഫറൻസുകളും ബുക്സുകളും കാര്യങ്ങളും സംഭവങ്ങളും നമ്മുടെ അനുഭവങ്ങളും നോട്ട്സുകളും കാര്യങ്ങളും ലാപ്ടോപ്പും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം അവിടെ. ഇതിലൊക്കെ ഞാൻ റെഫർ ചെയ്തത് നിങ്ങളെ എങ്ങനെ ഈ സക്സസ് എന്താണെന്ന് എങ്ങനെ ഈസി ആക്കി പറഞ്ഞു തരാം എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്ന് എനിക്ക് കിട്ടിയ ഉത്തരം, ഈ സക്സസ് എന്ന് പറയുന്നത് പലർക്കും പലതാണ്. നമുക്ക് ഫിജിക്കാട്ടിന്റെ കോണ്ടെക്സ്റ്റിലേക്ക് വരാം. ഫിജിക്കാട്ടിൽ ഒരു വ്യക്തി സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമുക്കൊന്ന് ചിന്തിച്ചാലോ? നിങ്ങൾ മ്യൂട്ടിലാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ കഴിയില്ല എന്നും എനിക്കറിയാം. പക്ഷേ നിങ്ങൾ അവിടെ ഇരുന്ന് പറയണം. നിങ്ങളുടെ എന്താ പറയാ, മുഖഭാവം നോക്കിയിട്ട് ഞാൻ പിടിക്കും. എന്നെ കാണാൻ ലുക്കില്ല എന്നുള്ളൂ, ഞാൻ ഭയങ്കര സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ട് ഇരിക്കണം. ചിലപ്പോൾ നിങ്ങൾ വീട്ടിലായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ അടുക്കളയിലായിരിക്കും. ഇതൊന്നും ഇവിടെ വിഷയമല്ല. എൻ്റെ വീട്ടിലും അടുക്കളയും വീടും ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ നിങ്ങൾ വീഡിയോ ഓൺ ആക്കിക്കോ. ചിലപ്പോൾ കുഞ്ഞു മക്കൾ അവിടെ വന്നിട്ട് കിരിപ്പി എന്നൊക്കെ പറയും. പക്ഷെ ധൈര്യമായിട്ടിരുന്നോളൂ, നമ്മൾ ഓൾ മ്യൂട്ട് കൊടുത്തിട്ടുണ്ട്, ഒരാൾക്കും അൺമ്യൂട്ട് ചെയ്ത് കയറാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ടും മുന്നോട്ട് പോക്കോ. വീഡിയോസ് ഒക്കെ ഓൺ ആക്കി ഞാനിങ്ങനെ എല്ലാ സ്ക്രീനിലേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ദിലീപ് AK എന്ന് പറഞ്ഞ ആളെ കാണുന്നുണ്ട്, ഡോക്ടർ ക്രിസ്റ്റി സാറെ കാണുന്നുണ്ട്, പിന്നെ ആരാ കാണുന്നത്, ധന്യ എന്ന് പറഞ്ഞൊരു മുള്ള കാണാനുണ്ട്, LC ചേച്ചിനെ കാണുന്നുണ്ട്, എക്സ്ട്രീം റൈനോസ് എന്ന് പറഞ്ഞിട്ട് ഒരു പിങ്ക് ഷർട്ട് ഇട്ടിട്ട് വര ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു സാറിനെ കാണുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഞാനത് ഇങ്ങനെ ഓരോ സ്ക്രീനിലും ഗാലക്സി F41, ഗംഭീര പേരാണല്ലോ. നമ്മുടെ നാട്ടുകാരിയാണോ എനിക്കറിയില്ല, ഇങ്ങനൊക്കെ ഒരു പേരിട്ടിരിക്കുക, ഫോണിന്റെ പേരായിരിക്കും അല്ലെ. ഗാലക്സി M02 അതിന്റെ തൊട്ടടുത്തുണ്ട്. ഗാലക്സി M, നിങ്ങളുടെ പേരിട്ടിട്ടില്ലേ? ലൂസി മാത്യു മാഡത്തിനെ കാണുന്നുണ്ട്. അങ്ങനെ കുറെ ആളുകളെ കാണുന്നുണ്ട്. അപ്പൊ ഒരുപാട് പേര് വീഡിയോസ് ഒക്കെ ഓണാക്കി. ഇപ്പോ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. അയ്യോ, എന്റെ പേര് വിളിച്ചില്ല, അയ്യോ എന്റെ പേര് പറഞ്ഞില്ല, അതിന്റെ തൊട്ടടുത്ത് ഞാൻ ഉണ്ടായിരുന്നു, എന്റെ പേര് പറഞ്ഞില്ല.
ചില നെറ്റ്വർക്കേഴ്സിന്റെ ആവശ്യം ഇതാണ്. അവര് നെറ്റ്വർക്കിങ്ങിന് വരുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ ആള് ചമഞ്ഞ് അല്ലെ, ഇങ്ങനെ ഒരു ഗമയൊക്കെ കാണിച്ച് ഞാൻ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് അയാളുടെ സക്സസ് അതാണ്. അയാളെ കാണുമ്പോൾ അയാളുടെ ഡൗൺലൈൻസ് ഓടി വന്ന് കെട്ടിപ്പിടിക്കണം. ഓ എന്റെ അമ്മയോ സാറാണ് സാറേ, ശരിക്കുള്ള സാറ് ഭയങ്കര സാറാണ് സാറേ എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഹീസ് ഹാപ്പി ഓർ ഷീസ് ഹാപ്പി. കാലത്തും വൈകുന്നേരം ഉച്ചയ്ക്ക് ഇയാളെ ബഹുമാനിച്ചാൽ മതി, ഇയാളുടെ സക്സസ് പൂർണ്ണമായി. ഇതാ ഞാൻ പറഞ്ഞ സക്സസ് പലർക്കും പലതാണ്. ചിലരുടെ സക്സസ് എന്താണെന്നറിയോ? ചിലരുടെ സക്സസ് എന്ന് പറയുന്നത് 13 റാങ്കുകളിൽ അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു റാങ്കിൽ ഇങ്ങനെ നിൽക്കുക, അവര് സക്സസ് ആയി. ചിലരുടെ പ്രത്യേകത എന്താണെന്നറിയോ? എനിക്ക് വലിയൊരു ടീമുണ്ട്, ആ ടീമിന് ഒരു പേര് ഞാൻ ഇട്ടിട്ടുണ്ട്, ആ ടീമിന്റെ വലിയ എന്താ പറയാ കൊൺസാൻഡറാണ് ഞാൻ എന്നൊക്കെ പറയില്ല നമ്മുടെ നാടൻ ഭാഷയിൽ. ഞാൻ അതിന്റെ വലിയ ആളാണ്, എന്റെ ആണ് ആ ടീം, ആ ടീമിനെയും കൈപിടിച്ച് എന്റെ ടീം ജയ് എന്ന് പറയുമ്പോൾ ജയ് എന്ന് പറയും. ഞാൻ വരുമ്പോ കൈയടിക്കും, ഞാൻ സ്റ്റേജിലേക്ക് കയറുമ്പോ കൈയടിക്കും. സക്സസ്. അയാളുടെ സക്സസ് അവിടെ തീർന്നു. ചിലരുടെ സക്സസ് എന്താ അറിയോ? ചിലരുടെ സക്സസ് ഇതിനകത്ത് ഈ കമ്പനിയിൽ നിന്ന് എന്തൊക്കെ വാങ്ങാൻ കിട്ടും അതൊക്കെ വാങ്ങും. ബാക്കിയുള്ളവർ അതൊന്നും എനിക്ക് വിഷയം, എന്റെ കാര്യം നടക്കണം, എനിക്ക് കാശ് കിട്ടും, എന്റെ കാര്യം നടക്കണം, ബാക്കിയുള്ളവര് അത് എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും ഒരു വിഷയമല്ല. അവൻ സക്സസ് ആ. ചിലരുടെ സക്സസ് എന്താ അറിയോ? ചില നല്ല പുള്ളികളുണ്ട്, എനിക്കൊന്നും കിട്ടിയില്ലേലും സാരമില്ല, ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടണം. ചില ബുദ്ധിമാന്മാരുണ്ട്, എനിക്കൊന്നും വേണ്ട, എന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഓരോ സീലിംഗ് അച്ചീവേഴ്സ് ഉണ്ടായാൽ മതി. എങ്ങനെ? എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും സാരമില്ല, എന്റെ ലെഫ്റ്റിലും റൈറ്റിലും, കളി മനസ്സിലായോ? അയാളുടെ ബുദ്ധി മനസ്സിലായോ? എന്റെ റൈറ്റിലും ലെഫ്റ്റിലും ഓരോ സീലിംഗ് അച്ചീവേഴ്സ് ഉണ്ടായാൽ മതി സാറേ, എനിക്കൊന്നും വേണ്ടേ. അവനാണ് കേട്ടോ യഥാർത്ഥ ബുദ്ധിമാൻ. കാരണം എന്താ? എന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഓരോ സീലിംഗ് അച്ചീവേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക്കലി സീലിംഗ് അല്ലേ? ഈ അവസാനം പറഞ്ഞ ആളാണ് ഞാൻ. എന്റെ ഏറ്റവും വലിയ സ്വപ്നാണ് എന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒരു 5 or 10 സീലിംഗ് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സക്സസ് ആയി. കാരണം എന്താ? പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥ വരാത്ത രീതിയിലേക്ക് എനിക്ക് വളരാൻ പറ്റും. അപ്പോ സക്സസ് എന്ന് പറയുന്നത് പലർക്കും പലതാണ്. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ചില ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയട്ടെ, ഇതെന്താണ് ഈ സീലിംഗ്? ഇയാൾ എന്ത് തേങ്ങാന്നാണ് ഈ പറയണത്? ഒന്നും മനസ്സിലാവണില്ലല്ലോ ഈശ്വര. അല്ലു അർജുന്റെ സിനിമ പകുതിക്കുന്ന് കയറി കണ്ട അവസ്ഥയിലായിരിക്കുന്നത്. ഇത് ആര്യാണോ, ഹാപ്പി ആണോ, ആര്യ 2 ആണോ, ഇത് ഏതാ പടം എന്ന് മനസ്സിലാവാതെ ഇരിക്കുന്ന ചില ആൾക്കാരെ എനിക്ക് കാണുന്നുണ്ട്. അതിന്റെ പ്രശ്നം ടെക്നിക്കൽ എറർ വന്നതാണ്. പ്രവീൺ സാറ് ലീവായി ഇപ്പൊ ജോയിൻ ആവും. അറിയാലോ, ഹൗസ്ഫുൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജോയിൻ ചെയ്യാൻ, ഒന്ന് ലീവ് ആയി കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും സാറിന് വേണ്ടി ഇവിടെ വെയിറ്റിംഗ് റൂം ഓൺ ആണ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും വളരെ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ കാത്തിരിക്കുകയാണെന്ന് അറിയാം. കുറച്ച് അല്ലെ, നമ്മൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചില ടെക്നിക്കൽ എറർ സംഭവിക്കും, സ്വാഭാവികമാണ്. കോവിഡ് ടൈമിലൊക്കെ ജോയിൻ ചെയ്ത ആളുകൾക്ക് അറിയാം, ഇടിയും മഴയും ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ നമുക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ കേട്ടിരിക്കുന്ന സമയത്ത് മുഖം സ്റ്റക്ക് ആവുക, മൈക്ക് മ്യൂട്ടായി പോവുക. ഇപ്പൊ തന്നെ എനിക്ക് കോള് വരുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സ്ക്രീനിൽ പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇവിടെ എനിക്ക് ഫുൾ റേഞ്ച് ഒക്കെയാണ്, ചില സമയത്ത് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ ചില ബുദ്ധിമുട്ടുകൾ എന്തായാലും നല്ലതിനു വേണ്ടിയാണ്. ചില മിസ്റ്റേക്കുകളൊക്കെ അല്ലെ ചില ഇററുകളൊക്കെ സംഭവിക്കുന്നത് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ലഭിക്കാനാണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാനാണെന്ന് വിശ്വസിക്കുന്നില്ലേ നമ്മള്? അപ്പൊ അങ്ങനെയൊക്കെയാണെന്ന് വിശ്വസിക്കുക, അത്രയേ ഉള്ളൂ കാര്യം. എന്തായാലും അദ്ദേഹം ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. കമ്പനിയെ സംബന്ധിച്ച് കമ്പനി വലിയ വിഷനോടും കൂടി സഞ്ചരിക്കുകയാണ്. ഒരു വർഷം അല്ലെ 1.5 വർഷം മുൻപൊക്കെ ഈ ബിസിനസ്സിൽ ചെയ്ത ആളുകൾക്ക് അറിയാം, ഒരുപാട് പ്രതിസന്ധികൾ അല്ലെ, ഏത് കാര്യത്തിനായാലും നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പൊ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് എന്താണ് നമ്മളെ പോലെയുള്ള ആളുകൾക്ക്, സത്യം പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത്. അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ വെച്ചുകൊണ്ട് ഈ ബിസിനസ്സിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ ഫേസ് ചെയ്യും. ഫാമിലിയിൽ നിന്ന് നമ്മള് പ്രസന്റേഷൻ കൊടുക്കുന്ന സമയത്ത്, നമ്മളൊരു ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത്
ഒരു ടീം ആയി കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ കുറെ പ്രോബ്ലംസ്, അങ്ങനെ പല പ്രതിസന്ധികളും നമ്മൾ ഫേസ് ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ മറ്റൊരു മേഖലയിലും മറ്റൊരു കാര്യത്തിലും ചിലപ്പോൾ വലിയ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത്, അല്ലെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് വരുന്ന സമയത്ത് വലിയൊരു ലോകം നമ്മൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. നമ്മൾ നമ്മളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വെക്കുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ കൂടിയാണ് നമ്മളെ പോലുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, നമുക്ക് ഒരു കോൺഫിഡൻസ് തരാൻ തീർച്ചയായിട്ടും ഈ ബിസിനസ് മേഖലയിലെ ഒരു ദിവസം മുന്നേ വന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അത്രയും വാല്യുബിൾ ആണ്. അത് നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഒരുപാട് സഹായിക്കുകയും ചെയ്യും. അത് എന്റെ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസിലൂടെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ച് നമുക്കൊരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ വഴികാട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിച്ച ആളുകളോ ഒന്നുമില്ല. എന്റെ സുഹൃത്തും ഇന്ന് കമ്പനിയുടെ സോണൽ സെയിൽസ് ടീം മാനേജർ ആയിട്ടുള്ള ജാൻസി മുഖാന്തരം ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ നമുക്ക് കമ്പനി തന്ന സപ്പോർട്ടും ലീഡേഴ്സ് തന്ന സപ്പോർട്ടും ഒക്കെയാണ്, ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളൊക്കെയാണ് ഇന്ന് ഈ ഒരു 11ാമത്തെ റാങ്കിലേക്ക് എത്താൻ സഹായിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് ഐഡിയ അടിച്ച ആളുകൾ വരെ ഈ മീറ്റിംഗിൽ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ നിമിഷം ഐഡിയ അടിച്ച് ഇന്ന് പർച്ചേസിങ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട്. കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ മാസം, കഴിഞ്ഞ വർഷം, ചിലപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഈ കമ്പനി സ്റ്റാർട്ടിങ് മുതലുള്ള അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ ഇപ്പൊ ഈ മീറ്റിംഗിൽ ഉണ്ട്. എല്ലാവരുടെ എക്സ്പീരിയൻസും വളരെ വ്യത്യസ്തമായിരിക്കും. നല്ല വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, വരുമാനം തീരെ ലഭിക്കാത്ത ആളുകള്, വരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകള്, ഇതെങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് ആകുലപ്പെട്ടിരിക്കുന്ന ആളുകൾ, അങ്ങനെ പല രീതിയിലുള്ള മുഖങ്ങളെ എനിക്ക് ഇവിടെ കാണാൻ സാധിക്കും. എനിക്ക് പേഴ്സണലി അറിയില്ലെങ്കിൽ കൂടി ഞാൻ വിചാരിക്കുകയാണ്, അതിനൊക്കെയുള്ള ഇപ്പം ഒരു ഇൻകം വാങ്ങിക്കാൻ എന്ത് ചെയ്യണം എന്ന് സംശയത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ കിട്ടുന്നത് പോരാ, കുറച്ചും കൂടി വേണം, കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം നമുക്ക് കിട്ടണം, നല്ലൊരു ടീം ബിൽഡ് ചെയ്യണം, നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 13 റാങ്കുകളും അപ്ഡേറ്റ് ചെയ്യാനും എല്ലാ ഇൻകമും നമുക്ക് നേടിയെടുക്കണം, എനിക്ക് മാത്രമല്ല എന്റെ കൂടെ വന്ന എല്ലാവർക്കും അത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം, ഇന്നത്തെ ട്രെയിനിങ് പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിരിക്കും, നല്ലൊരു ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ കിട്ടിയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോ നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, സോ താങ്ക് യു. ഐ എം സോറി ഫോർ ദാറ്റ്. എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇവിടെ ഇന്റർനെറ്റിന് എന്തോ ഒരു പ്രോബ്ലം വന്നു, അതിന് എക്സിറ്റ് ആയി തിരിച്ചു കയറാൻ വേണ്ടി നോക്കുമ്പോൾ 1000 പേര് ഇങ്ങനെ ഇടിച്ചു നിൽക്കുമായിരുന്നു. ഇപ്പൊ കുറെ പേര് വെയിറ്റിംഗ് ലിസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട്, പിന്നെ ക്ഷമയില്ലാത്ത ആളുകൾ കുറെ പേര് പോയിട്ടുണ്ടാവും. റിയലി സോറി. പക്ഷെ കാത്തിരുന്ന 856 പേർക്ക് താങ്ക് യു വെരി മച്ച്. അപ്പോ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം. സക്സസ് എന്ന് പറയുന്നത് പലർക്കും പല ഡെഫിനിഷൻസ് ആണ്. ഈ സക്സസിനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫിജിക്കാർട്ടിന്റെ ഭാഷയിൽ നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് 3 തരത്തിലാണ് നമുക്ക് ഈ സക്സസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക. ഒന്ന്, ചില ആളുകളുടെ കാര്യം ഞാൻ പറഞ്ഞു, അവർക്കൊരു ഷോർട്ട് ടൈം ഇൻകം അല്ലെങ്കിൽ ഒരു ചെറിയ തമാശക്കളിക്ക് വേണ്ടിയിട്ട് വരുന്ന ആളുകൾ. ചില ആളുകൾക്ക് ഒരു മീഡിയം ലെവൽ ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് നാള് ഒന്ന് ശ്രമിച്ചു നോക്കാം, എന്നിട്ട് നടക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാലോ. ലോങ് റണ്ണിലേക്ക് വരുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഏതൊരു പ്രവർത്തനത്തിലും വിജയിക്കുക. ഒരു ലോങ് വിഷനോട് കൂടിയിട്ട് വരിക. അപ്പൊ എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. 3 ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നു. നിങ്ങൾ ഇതിൽ ഏതിൽ വന്നിട്ടുള്ള ആളാണ്? ഒരു ക്വിക്ക് മണി ഉണ്ടാക്കി, അല്ലെങ്കിൽ എന്താ പറയാ, നീ ഒന്നും അറിയണ്ട, ഒക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന രീതിയിലുള്ള പരിപാടികൾ, അല്ലെ? ഞാൻ എല്ലാം ചെയ്തോളാം, ആരോ വരും എന്നെ രക്ഷിക്കാൻ എന്ന് കരുതിയിരിക്കുന്ന ഒരു ടെമ്പററി ബുദ്ധിയോട് കൂടിയിരിക്കുന്ന ആളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 1ാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. 2ാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട ആൾ എന്ന് വെച്ചാൽ, എനിക്ക് അത്ര വലിയ സീരിയസ്നെസ് ഒന്നുമില്ല, ഞാൻ ഓക്കെ, എന്നാലും സംഹൗ ഐ വിൽ മാനേജ് സംതിങ്, ഞാൻ ചിലതൊക്കെ ചെയ്യാൻ തയ്യാറാണ്, ചിലതൊക്കെ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ, അല്ലെ? മറ്റേ സലീം കുമാർ ഏതോ സിനിമയിൽ പറഞ്ഞ മാതിരി, ഞാൻ അവരെയൊക്കെ പറ്റിച്ചു, അവിടെ ഗേറ്റിൽ ബിരിയാണി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു, നീ എങ്ങോട്ടാ പോണേ, ഇനി ചിലപ്പോൾ കൊടുക്കണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ആ ബിരിയാണി കിട്ടാൻ വേണ്ടി പോയിട്ടുള്ള ആ കോലത്തിലുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 2 ആണ്. അതല്ല, എനിക്കിതൊരു കരിയർ ആയിട്ട് എടുക്കണം, ഞാനൊരു തൊഴിലാണ് അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആണ് അന്വേഷിക്കുന്നത്, ആ ബിസിനസ്സിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കണം എന്ന ഒരു ലോങ് ടേം ഗോളിലൂടെയാണോ നിങ്ങൾ വരുന്നത്?
ഡെഫിനറ്റ്ലി നിങ്ങൾ മൂന്നാമത്തെ ഗ്രൂപ്പിലുള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ ആക്ടിവിറ്റി നമ്പർ 1, നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ടേ നോക്കട്ടെ ആരൊക്കെയാണെന്നുള്ളത്. 1 എന്നാണെങ്കിൽ 1 എന്ന് ടൈപ്പ് ചെയ്യുക, 2 എന്നാണെങ്കിൽ 2 എന്ന് ടൈപ്പ് ചെയ്യുക, 3 എന്നാണെങ്കിൽ 3 എന്ന് ടൈപ്പ് ചെയ്യുക. എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാ ഇതിൽ എത്ര പേര് ലോങ് ടൈം ഗോളോട് കൂടിയിട്ട് വന്നിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഒന്ന് വേഗം മെസ്സേജ് ചെയ്തേ. 3 എന്നാണെങ്കിൽ നമ്മളൊക്കെ ഒരു ഗ്രൂപ്പാണേ. അപ്പൊ എന്റെ ഗ്രൂപ്പിലേക്കുള്ള ആൾക്കാരൊക്കെ തമ്പ് തൊട്ടിട്ട് കാര്യമില്ല. 1, 2, 3 ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടത്? 1, 2, 3 അതാണ് നമ്മുടെ ആവശ്യം. അപ്പം മെസ്സേജ് ചെയ്യാൻ പറ്റുന്നില്ല. മെസ്സേജ് ചിലപ്പോൾ ഓഫ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, അപ്പൊ തമ്പിട്ടാ മതി. തമ്പിട്ടുള്ള ആളുകൾ മൂന്നാമത്തെ ഗ്രൂപ്പുള്ള ആളാണ്. തമ്പിട്ടുള്ള ആള് മൂന്നാമത്തെ ഗ്രൂപ്പാണ്. അപ്പൊ വേഗം വാ. തമ്പിട്ട ആളുകൾ മൂന്നാമത്തെ ഗ്രൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനിതാ ഇവിടെ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ സാധനം എന്നറിയോ? ഇതാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുമോ? ഈ പുലീനെ കണ്ടിട്ടുണ്ടോ? ഈ പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ടോ? മെയ്ഡ് ഇൻ ഇന്ത്യ സാധനങ്ങൾക്കൊക്കെ ഇന്ത്യക്ക് പുറത്ത് നല്ല വിലയാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ സാധനങ്ങൾക്കൊക്കെ. എന്താ ഞാൻ നെറ്റ് കട്ടായ എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. ഇടി വെട്ടിയതാണ്. ഇപ്പൊ ഗംഭീര മഴ പെയ്യുന്നു തൃശ്ശൂര്. ഓക്കെ, അപ്പോ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മള് ഈ മെയ്ഡ് ഇൻ ഇന്ത്യ സാധനങ്ങൾക്ക് ഇന്ത്യയിൽ വില കുറവാണ്. എന്താ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നറിയോ? ചാണക്യ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഗാന്ധിജി മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ശ്രീനാരായണ ഗുരു മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ലൈക്ക് സ്വാമി വിവേകാനന്ദൻ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ശ്രീ ബുദ്ധ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. പക്ഷെ ഇവർക്കൊക്കെ പുറം നാട്ടിൽ ഭയങ്കര ഫാൻ ബേസ് ആണ്, ഭയങ്കര വാല്യൂ ആണ് ഇവർക്കൊക്കെ. അതില് ചാണക്യൻ പറഞ്ഞിട്ടുള്ള ചാണക്യ സൂത്രങ്ങൾ എന്ന് പറയുന്ന പുസ്തകമാണ് ഞാനിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മീൻസ് എനിക്ക് ഈ പുസ്തകം വായിക്കുന്ന ചെറിയൊരു സുഖമുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഈ പുസ്തകം. ഇതിനകത്ത് ചാപ്റ്റർ നമ്പർ 2 34 പേജ് അതില് ഒരു ശ്ലോകം ഉണ്ട്. ശ്ലോകം ഞാൻ വായിച്ചിട്ട് കൊളാക്കണില്ല. ചാണക്യനൊക്കെ പറഞ്ഞത് നമ്മൾ എന്തിനാ വെറുതെ കൊളാക്കുന്നത്? അതുകൊണ്ട് അതിന്റെ മലയാളം പറഞ്ഞുതരാം. വാഹനത്തെ 5 കോൽ അകലെ നിന്നും നിയന്ത്രിക്കുക. വാഹനത്തെ 5 കോൽ, അന്ന് കോല് കണക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും പറയുന്നുണ്ടാവുക. 5 കോൽ അകലത്തിൽ നിന്ന് വാഹനത്തെ നമ്മൾ കാണുക. കുതിരയെ 10 കോൽ അകലെ നിന്ന്, കുതിരയെ 10 കോൽ അകലെ നിന്ന്, ആനയെ 1000 കോൽ അകലെ നിന്ന്. ഇതെന്താ സംഭവം എന്നറിയോ? അന്നത്തെ കാലത്ത് ഈ ഫെറാറിയും ലംബോർഗിനിയും ബെൻസും BMW ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ ഈ ആനയും കുതിരയും പൂച്ചയും പട്ടിയൊക്കെ ആയിരുന്നു അവരുടെ അന്നത്തെ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞതാണ് വാഹനത്തെ 5 കോൽ അകലെ നിന്ന് വീക്ഷിക്കുക, കുതിരയെ 10 കോൽ അകലെ നിന്ന് വീക്ഷിക്കുക, ആനയെ 1000 കോൽ അകലെ നിന്ന് വീക്ഷിക്കുക, ദുർജനത്തെ, അവസാനത്തെ സാധനം കേട്ടോ, സൂപ്പർ സാധനം, ദുർജനത്തെ നാട് വിട്ട് ഒഴിവാക്കുക. എന്താ മനസ്സിലായേ? കുതിരേനെയും ആനേനെയും വാഹനത്തെയും ഒക്കെ നിങ്ങൾ ഇത്ര ദൂരത്തിൽ നിന്നോളൂ, പക്ഷെ ദുർജനത്തിന്റെ കൂടെ കൂടരുത്. വിച്ച് മീൻസ് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തുക. ജീവിതത്തിൽ നിന്ന് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെ, സ്വന്തം ലാഭം മാത്രം നോക്കി നിൽക്കുന്ന ആളുകളെ മാറ്റി നിർത്തുക. വിച്ച് മീൻസ് നിങ്ങളുടെ സക്സസിനെ തടയുന്ന ഏറ്റവും വലിയ ഒരു വിഭാഗം ജനങ്ങളാണ് നിങ്ങൾ നന്നാവും എന്ന് കരുതുമ്പോൾ ടെൻഷൻ അടിക്കുന്ന, നിങ്ങൾക്ക് വരുമാനം കിട്ടും എന്ന് പറയുമ്പോൾ വിഷമം തോന്നുന്ന, നിങ്ങൾ നന്നാവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ കളിയാക്കുന്ന, നിങ്ങളുടെ പോസ്റ്ററുകൾ ഇറങ്ങുന്നത് കാണുമ്പോൾ കുരുപൊട്ടുന്ന, നിങ്ങളൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ കളിയാക്കുന്ന, നിങ്ങളൊരു ബിസിനസ് ചെയ്യുമ്പോൾ വേണ്ട എന്ന് പറയുന്ന, നിങ്ങളെ തടയുന്ന ഇവരെയാണ് നമ്മൾ ഈ ദുർജനങ്ങൾ എന്ന പട്ടികയിൽ പെടുത്തിയിരിക്കുന്നത്. അവരെ വിട്ടൊഴിഞ്ഞു മാറി നിൽക്കുക. വിച്ച് മീൻസ് നിങ്ങളുടെ കൂടെ ആരാണ് നിൽക്കുന്നത് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ നെറ്റ്വർക്കാണ്, നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർത്ത് എന്നാ പറയാ. നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർത്ത്. വിച്ച് മീൻസ് നിങ്ങളുടെ കൂടെ ആരൊക്കെയുണ്ടോ അവരുടെ ആകത്തുകയാണ് നിങ്ങള്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്ര വരുമാനമുണ്ട്? നിങ്ങളുടെ 5 സുഹൃത്തുക്കളെ എടുത്തു നോക്കുക. ആ 5 സുഹൃത്തുക്കളുടെ ആവറേജ് ആണ് നിങ്ങൾ. അവരുടെ മൊത്തം ഇൻകത്തെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആവറേജ് എടുത്താൽ അത് നിങ്ങളുടെ ഇൻകമായിട്ട് മാറും. കാരണം നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾ നമ്മൾ ഒരുപാട് സ്വാധീനിക്കും. ഞാൻ പറഞ്ഞതല്ല, ചാണക്യൻ പറഞ്ഞതാ. എന്നെ നിങ്ങൾ വിശ്വസിക്കണ്ട, ചാണക്യനെ വിശ്വസിക്കാലോ. ചാണക്യൻ പറയണു ദുർജനങ്ങളെ അകറ്റി നിർത്തൂ.
നമ്മളുടെ വിജയം കാണുമ്പോൾ സന്തോഷിക്കുന്ന ആളുകളുണ്ടോ? നമ്മുടെ വിജയം കാണുമ്പോൾ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ടോ? നമ്മുടെ വിജയം കാണുമ്പോൾ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി നീ കയറി പൊളിക്കുമുത്തേ എന്ന് തൃശ്ശൂർ ഭാഷയിൽ തൃശ്ശൂരുകാർ പറയും. നിങ്ങൾ ഇങ്ങനെ പുറത്തൊക്കെ തട്ടിയിട്ട് പറയും, നീ കയറി അങ്ങോട്ട് പൊളിക്കുമുത്തേ എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ? നിങ്ങൾ സക്സസ്ഫുൾ ആയിരിക്കും. സർ മ്യൂട്ടാണോ? പ്രവീൺ സർ മ്യൂട്ടാണോ? ഇതെന്താ ഇന്ന് ആകെ മൊത്തം സീനാണല്ലോ. അപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ചിലര് നമുക്ക് തരുന്ന ചില കമന്റുകൾ ഇതാണ്, നീ ഇപ്പോഴും ഫിജി കാട്ടാണോ ചെയ്യണേ? ഫിജി കാട്ട് ഇപ്പോഴും ഉണ്ടോ? ഫിജി കാട്ട് പൊളിഞ്ഞോ? ഫിജി കാട്ട് നീങ്ങിയോ? ഇവന്മാരിട്ടൊന്നും ചെയ്യൂല, നമ്മളിട്ട് ചെയ്യാൻ സമ്മതിക്കൂല, അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ദുർജനങ്ങൾ എന്ന് പറയുന്ന, ചാണക്യൻ പറഞ്ഞ ഭാഷയിൽ ദുർജനങ്ങൾ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തേണ്ട ആളുകൾ. ഇവരെ മാറ്റി നിർത്തുക തന്നെ വേണം. വിജയിക്കാനുള്ള ആദ്യത്തെ മന്ത്രം നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉരുവാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഫൈറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ പല ആളുകളെയും ബാക്കിലോട്ട് വലിക്കുന്ന എന്താണെന്നറിയോ? ആകെ പ്രശ്നവും പ്രോബ്ലവും ഇത് മാത്രം പറയാൻ വേണ്ടി മെനക്കെട്ടിരിക്കുന്ന ആളുകളെ എനിക്കറിയാം. ചില ആളുകളുടെ പ്രത്യേകത എന്താ അറിയോ? ദുഷ്ടൻ എന്താ പറയാ, പാവം ദുഷ്ടത്തിന്റെ ഫലം ചെയ്യുന്നു പറഞ്ഞ പോലെ ചില ആളുകളുടെ പ്രത്യേകത, ഇവര് ചെയ്യുന്ന പരിപാടികൾ എന്താണെന്ന് ഇവർക്ക് തന്നെ അറിയാത്ത അവസ്ഥയാണ്. ഇവർ ചെയ്യുന്ന കാര്യങ്ങള് ഇവർക്ക് ഒരു തരത്തിലും ഇവർക്ക് ആസ്വദിക്കാനോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ഇവര് പറയുന്നത് പെർഫെക്ഷന്റെ ആളുകളായിരിക്കും ഇവര്. പെർഫെക്ഷൻ ഈസ് ദ എനിമി ഓഫ് പ്രോഗ്രസ് എന്നാണ്. പെർഫെക്ഷൻ ഈസ് ദ എനിമി ഓഫ് പ്രോഗ്രസ്. പഠിച്ചേ വേഗം പഠിച്ചേ. പെർഫെക്ഷൻ ഈസ് an enemy ഓഫ് പ്രോഗ്രസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പ്രോഗ്രസിന്റെ ശത്രുവാണ്. എങ്ങനെ? പ്രോഗ്രസിന്റെ ശത്രുവാണ് പെർഫെക്ഷൻ. പ്രോഗ്രസിന്റെ ശത്രുവാണ് പെർഫെക്ഷൻ എന്ന് വെച്ചാൽ പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നാൽ വിജയിക്കാൻ കഴിയില്ല, പ്രോഗ്രസ് ഉണ്ടാവില്ല എന്ന കാരണം. നിങ്ങൾ പ്രോഗ്രസ് ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കൂ, നിങ്ങൾ ചെയ്യൂ, നിങ്ങൾ പ്രവർത്തിക്കൂ, അതിന് പറ്റുന്ന ഒരു അവസരത്തെ ഉരുവാക്കൂ, അതിനു വേണ്ട ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കൂ, അതിനു വേണ്ട ആളുകളെ കൂടെ നിർത്തൂ, അതിനു വേണ്ടി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യൂ. അങ്ങനെ ചെയ്യുമ്പോ the most successful person in our സൊസൈറ്റി എന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകളുടെ ഒക്കെ കണക്കുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെയാണ് നമുക്ക് ഇന്ന് ആദ്യത്തെ പാദത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്റെ സൗണ്ടിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും എന്ന് 100% ഉറപ്പ്. കാരണം അതുപോലെ അലർച്ചി പെയ്യുന്ന മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ശബ്ദമാണ് ഈ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ ഹെഡ്സെറ്റ് വെച്ച് നോക്കി, പല സർക്കസും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വല്ലാണ്ട് അഭ്യാസം കാണിക്കാനും എനിക്ക് പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നെറ്റെങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാനും ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. എനിക്കറിയാം ചില ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ പെർഫെക്ഷൻ ഈസ് ദ എനിമി ഓഫ് പ്രോഗ്രസ്. ഇവിടെ മഴയല്ല, ഇടിയല്ല, ഇനി ഇവിടെ യുദ്ധം നടന്നാലും നമ്മൾ ഇത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും എന്ന മനസ്സ്, എന്ന ഒരു മൈൻഡ് സെറ്റ് ആണോ ഫിജിക്കാട്ടുകാരൻ ആദ്യം വേണ്ടത്. അതിന് ഫിജിക്കാട്ടുകാരൻ ഒരു തീരുമാനത്തിലെത്തണം. ടേക്ക് റെസ്പോൺസിബിലിറ്റി. ഫിജിക്കാട്ടുകാരി, എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മുടെ കമ്പനിയാണോ? ഇത് നമ്മുടെ കമ്പനിയാ. ഈ കമ്പനിയിൽ നിന്ന് കാർ അച്ചീവേഴ്സും കോടിപതികളും വലിയ വലിയ രാജാക്കന്മാരും മന്ത്രിയും ഭടനും വൃത്തിയൊക്കെ ഉണ്ടായ സമയത്ത് ഇത് എന്റെ കമ്പനിയും ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാർ ഇറങ്ങിപ്പോയപ്പോ ഇത് വല്ലോന്റെ കമ്പനി ആവണത് എന്ത് പരിപാടിയാണ് ഭൈ? വിജയവും തോൽവിയും നമ്മുടെയാണ്. കാരണം എന്താ? ഇത് നമ്മുടെ കമ്പനിയാണ്. ഞാൻ എന്റെ മൈൻഡ് സെറ്റ് ആട്ടോ പറയണേ. ഈ കമ്പനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ അത് എന്റെയാണെന്നും നെഗറ്റീവ് ആയിട്ടുള്ള വല്ലതും വന്നാൽ ഇത് വല്ലോന്റെ കമ്പനിയാണെന്നും പറയുന്നത് ശരിയാണോ? ശരിയാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഒന്ന് ചേട്ടാ വേഗം എക്സിറ്റ് ചെയ്ത് പോക്കോ. ആൾക്കാർ വെയിറ്റിംഗിലാണ്.
കയറാൻ പറ്റാണ്ട് നിൽക്കുകയാണ്, മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്, ഇത് എന്റെ കമ്പനി അല്ലേ, ഇത് ബോബി സാറിന്റെ കമ്പനി അല്ലേ, ഇത് ഇത് മാനേജ്മെന്റ് നിങ്ങൾ അങ്ങനെയല്ലേ, ഞങ്ങൾ ലീഡർമാർ ഈ ലൈനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാം കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ എക്സിറ്റ് അടിച്ചിട്ട് ടി വിയിൽ നല്ല സിനിമ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ഞാൻ വെച്ച് നോക്കിയിട്ടില്ല. അതൊക്കെ കണ്ട് തൃശ്ശൂരുകാരാണെങ്കിൽ മഴയത്ത് 2 വഞ്ചിയൊക്കെ ഉണ്ടാക്കി കളിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതല്ല, ഇത് എന്റെ കമ്പനിയാണ്, എനിക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു തമ്പിട്ടെ വേഗട്ടെ തമ്പിട്ടെ നോക്കട്ടെ കാര്യങ്ങൾ എന്താ കഥ. പോരട്ടങ്ങട് തമ്പുകൾ ഇങ്ങനെ പോരട്ടെ, മാലപ്പടക്കം പോലെ പോരട്ടെ. ഈ തമ്പുകളൊക്കെ നേരത്തെ പറഞ്ഞ ഇത് നിന്റെ കമ്പനിയാണ്, നിന്റെ മാനേജ്മെന്റ് ആണ്, നിന്റെ കമ്പനി എന്ന് പറയുന്നവരാണെങ്കിൽ ഈ തമ്പുകളൊക്കെ അവന്റെ മുഖത്ത് കിട്ടുന്ന അടികളായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കുന്നു. They take full responsibility for their success and failure. നല്ല ലീഡർമാര്, നല്ല ചുണക്കുട്ടികളായിട്ടുള്ള ഫിജിക്കാട്ടുകാര് അവരെന്ത് ചെയ്യും? അവര് ടേക്കപ്പ് ചെയ്യും, അവര് റെസ്പോൺസിബിലിറ്റി ടേക്കപ്പ് ചെയ്യും. അവരൊരു പ്രോഡക്റ്റിന് ചെറിയൊരു മിസ്സിങ് വന്നു കഴിഞ്ഞാൽ അവർ പറയും ഇത് വെറും ടെക്നിക്കൽ ഗ്ലിച്ച് മാത്രമാണ്, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം കഴിഞ്ഞ 9 വർഷമായിട്ട് ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ, ഈ കമ്പനിയുടെ ടോപ്പ് അച്ചീവർ എന്ന രീതിയിൽ, ഇന്നത്തെ റാങ്ക് നമ്പർ 1 എന്ന രീതിയിൽ, NSTM എന്ന രീതിയിൽ ഞാൻ പറയുന്നു, ഇന്നേ വരെ ഒരു ദിവസം പേ ഔട്ട് കട്ടാവാത്ത കമ്പനിയാണോ ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്? ഇന്ന് സെയിൽ വെച്ചാൽ നാളെ നിങ്ങൾക്ക് കാശുണ്ടാവും. പ്രോഡക്റ്റിന്റെ ചില ക്ലറിക്കൽ മിസ്റ്റേക്കുകളോ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു മിസ്സിങ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റെക്ടിഫൈ ചെയ്യാനേ, ലോകം അവസാനിക്കണമെന്നില്ലോ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഇല്ലേ, നമുക്ക് സെറ്റാക്കാന്ന് കേറി അടിക്കുകയെ. അപ്പോ അവിടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഇന്ന് കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് നിങ്ങൾ ഈ മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കണം. ടേക്ക് യുവർ റെസ്പോൺസിബിലിറ്റി. ദിസ് ഇസ് അവർ കമ്പനി, ദിസ് ഇസ് മൈ കമ്പനി. ഒന്ന് പറഞ്ഞേ, ദിസ് ഇസ് മൈ കമ്പനി എന്ന് അവിടെ ഇരുന്നിട്ട് പറഞ്ഞേ, ദിസ് ഇസ് മൈ കമ്പനി. പാറയുടെ ഒന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. ദിസ് ഇസ് മൈ കമ്പനി, ഫിജിക്കാർട്ട് ഇസ് മൈ കമ്പനി. നെഞ്ചത്ത് കൈ വെച്ചിട്ട് പറഞ്ഞേ, ഫിജിക്കാർട്ട് ഇസ് മൈ കമ്പനി, ദിസ് ഇസ് മൈ കമ്പനി, ദിസ് ഇസ് മൈ കമ്പനി. നോബഡി ക്യാൻ സ്ക്രൂ അപ്പ്. അല്ലെ, ഒരാൾക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റൂല. ഫിജിക്കാർട്ട് ഇസ് മൈ കമ്പനി. ആഹാ, ഫിജിക്കാർട്ട് ഈസ് യുവർ കമ്പനി. ദാറ്റ് ഈസ് എ ഗുഡ് ക്യാപ്ഷൻ, റൈറ്റ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ കമ്പനി ഓണർ, നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയെന്നറിയോ? നിങ്ങൾ ഈ കമ്പനിയിൽ നിന്നൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോ ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന എൻറ്റയർ കമ്പനി, അതിൽ വർക്ക് ചെയ്യുന്ന 10-75ഓളം സ്റ്റാഫുകള്, ലോജിസ്റ്റിക് ഹബ്ബ്, വണ്ടികള്, നമ്മുടെ ഓഫീസുകള്, ഇന്റർനെറ്റ്, സെർവർ, പ്രോഡക്റ്റുകള്, ഇതെല്ലാം നിങ്ങളുടെ ആയിട്ട് മാറി. വാട്ട് എ കൺസെപ്റ്റ് മാൻ. ഇതിന്റെ കൺസെപ്റ്റ് ഒന്ന് നോക്കിയേ, ഇതിന്റെ കൺസെപ്റ്റ് ഒന്ന് നോക്കിയേ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ഇന്നിപ്പോ ഈ നേരമായില്ലേ, ഇപ്പൊ തൃശ്ശൂരാണെങ്കിൽ മഴ, നാളെ നേരം വെളുത്തിട്ട് തൊട്ടടുത്ത ഒരു ബേക്കറിയിൽ ചെന്നിട്ട് ബ്രിട്ടാനിയ എന്ന് പറയുന്ന കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കിട്ടാൻ എന്ത് ചെയ്യണം എന്നൊന്ന് ചോദിച്ചു നോക്കിയേ. എങ്ങനെ? ബ്രിട്ടാനിയ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കുറച്ച് ഏരിയയിൽ, നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഏരിയ തന്നെ എടുത്തോളൂ. ആ ഏരിയയിൽ ഒരു ആ പ്രോഡക്റ്റുകൾ പല കമ്പനികളിലേക്ക്, പല കടകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ഞാൻ മാറണം എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നൊന്ന് ചോദിച്ചു നോക്കുക. അപ്പൊ അറിയാം ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന്. ഫിജിക്കാട്ടുകാരാ, നമ്മുടെ കോൺസെപ്റ്റ് ഒന്ന് നോക്കിയേ. നമ്മൾ എന്താ ചെയ്യണേ? സത്യത്തിൽ നമ്മൾ എന്താ ചെയ്യണേ? പല ആളുകളും ഫിജിക്കാർട്ടിൽ സാധനം വാങ്ങാൻ വന്നിട്ടുള്ള ആളുകളാണ്. ഫിജിക്കാർട്ടിൽ 2 തരത്തിൽ ആളുകളുണ്ട്. ചില ആളുകൾ സാധനം വാങ്ങാൻ വന്നിട്ടുള്ള ആളുകളാണ്. കാരണം അവരുടെ വീടിന്റെ അടുത്തൊന്നും ക്ലീനിങ് പ്രോഡക്ട്സുകൾ കിട്ടാനില്ല, അവരുടെ വീടിന്റെ അടുത്തൊന്നും വെൽനസ് പ്രോഡക്റ്റുകൾ കിട്ടാനില്ല, അവരുടെ വീടിന്റെ അടുത്തൊന്നും ടീഷർട്ട് കിട്ടാനില്ല, അവരുടെ വീടിന്റെ അടുത്തൊന്നും ബെഡ്ഷീറ്റുകൾ കിട്ടാനില്ല, ഒന്നും കിട്ടാനില്ലാത്ത ഏതോ ഒരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ ഫിജിക്കാർട്ടിൽ നിന്ന് സാധനം ഓർഡർ ചെയ്തിട്ട് അതും വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുവാണ്. ശരിയല്ലേ? ശരിയാണോ? ശരിയല്ല. അപ്പൊ എന്തിനാ ഫിജിക്കാർട്ടിലേക്ക് വന്നതെന്നറിയോ? ഫിജിക്കാർട്ടിൽ വന്നത് ഞാൻ എന്തിനാന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് ക്ലീനിങ് പ്രോഡക്ട്സുകൾ വിൽക്കണം, എനിക്ക് കുറെ ബെഡ്ഷീറ്റുകൾ വിൽക്കണം, എനിക്ക് കുറെ ടീഷർട്ടുകൾ വിൽക്കണം, എനിക്ക് കുറെ വെൽനസ് പ്രോഡക്റ്റുകൾ വിൽക്കണം. ചുരുക്കി പറഞ്ഞാൽ, രഹസ്യമായിട്ട് പറയാം, 1000 പേരല്ലേ കേൾക്കുള്ളൂ, വളരെ രഹസ്യമായിട്ട് പറയാം, എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം. എനിക്ക് കുറച്ച്
പൈസ ഉണ്ടാക്കണം, എനിക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കണം. ആ വരുമാന മാർഗത്തിന് എനിക്ക് എന്റെ കമ്പനിയിലെ പ്രോഡക്റ്റുകൾ വിറ്റ് അതിന്റെ കമ്മീഷൻ എനിക്ക് കിട്ടണം. ഇതാണ് എന്റെ ആവശ്യം. നിങ്ങളുടെ ആവശ്യം എന്താ? നിങ്ങളുടെ ആവശ്യം എന്താ? ഇതേ ആവശ്യത്തിന് വന്ന ആളുകളൊന്നും തമ്പിട്ടെ, പിന്നെ അവരോട് സംസാരിച്ചാൽ മതിയല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. എടോ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? വാങ്ങുക, വിൽക്കുക. ഇത് രണ്ടിന്റെ അർത്ഥം എന്ന് പറഞ്ഞേ. വാങ്ങുക, ഞാൻ എല്ലാ ട്രെയിനിങ്ങിലും പറയണം. ഈ ഷർട്ട്, ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് ഞാൻ വാങ്ങിയെന്നാണ് മണ്ടനായ ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതാരോ എനിക്ക് വിറ്റതാണ്. എങ്ങനെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഫിജിക്കാർട്ടിലൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ഷർട്ട് വാങ്ങി, ഞാൻ ഇങ്ങനെ ഗമയിൽ വൈഫിനോടൊക്കെ പറയും, ഞാൻ പുതിയ ചെരുപ്പ് വാങ്ങി, ഞാൻ പുതിയ വാച്ച് വാങ്ങി, ഞാൻ പുതിയ ഹെഡ്സെറ്റ് വാങ്ങി എന്നൊക്കെ ഞാൻ ഇങ്ങനെ വീരസ്യം പറയായിരുന്നു. ഇപ്പോഴല്ലേ മനസ്സിലാവണേ, ഇതൊക്കെ ഏതോ ഒരുത്തൻ എനിക്ക് വിറ്റതാണ്. ദിസ് ഈസ് എ കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണ്ടേ. വാങ്ങുന്ന ആളുകളും ഉണ്ട് ഇവിടെ, വിൽക്കുന്ന ആളുകളും ഉണ്ട് ഇവിടെ. അപ്പൊ എങ്ങനെയാ വാങ്ങിയേ? ഈ ഷർട്ട് ഞാൻ വാങ്ങാണ്ടായ കാരണം എന്താണെന്നറിയോ? ഈ ഷർട്ടിന്റെ കമ്പനി, ഈ ഷർട്ട് വിൽക്കുന്ന ഔട്ട്ലെറ്റ് ഇൻ ദ സെൻസ് എന്താ പറയാ, ഇപ്പൊ ഇത് വാങ്ങിയ ഒരു കടയുണ്ടാവുമല്ലോ, ആ കടക്കാരൻ എന്നെ കൊതിപ്പിച്ചു. അമ്പട കള്ള, അവൻ എന്നെ കൊതിപ്പിച്ചു. എന്ത് കാണിച്ചു കൊതിപ്പിച്ചു? അവന്റെ കടയുടെ മുന്നില് ഒരു കറുത്ത മനുഷ്യനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. 6 പാക്ക് ഒക്കെ ആയിട്ട്, അങ്ങനെ 6 പാക്ക്, അങ്ങനെ നല്ല മസിലുള്ള ബോഡി, അതൊക്കെ ഉള്ള ഒരു പാവക്കുട്ടി. ആ മാനിക്യൂർ എന്നാ പറയാ അതിനെ. അതിന്റെ മുകളിൽ ഈ ഷർട്ട് ഇട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോ എന്ത് ചന്താന്നറിയോ ഇത് കാണാൻ. ആ ഭംഗി എനിക്ക് കിട്ടും എന്ന് കരുതി, അതിന് ഭംഗി കൂടാൻ വേണ്ടി ഈ ഷർട്ടിന്റെ മുകളിലേക്ക് സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനും കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെ വെച്ചപ്പോ ആ മാളിന്റെ ഉള്ളിൽ കൂടെ ഞാൻ എന്റെ വൈഫും നടന്നു പോകുമ്പോ വൈഫ് പറഞ്ഞു, മനുഷ്യ, ആ ഷർട്ട് വാങ്ങിയിട്ടാൽ നിങ്ങളെ കാണാൻ ഷാറൂഖ് ഖാന്റെ പോലെ ഉണ്ടാവുന്നു. അങ്ങനെ ഞാൻ ആ ഷർട്ട് വാങ്ങിയിട്ടു. അപ്പോഴാണ് ചീക്കൂരിക്ക് പരിചയം വെച്ച പോലത്തെ അവസ്ഥയായിട്ട് മാറിയത്. കാരണം എന്റെ ശരീരത്തിലേക്ക് ഇതിട്ടപ്പോ അയാൾക്കുള്ള ഭംഗിയൊന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷെ ആ കൊതിയാണ്, ആ കൊതിപ്പിക്കലാണ് കച്ചവടത്തിന്റെ ബേസ്. നമ്മൾ ഏത് സാധനം വാങ്ങിയിട്ടുണ്ടോ ആ കൊതിപ്പിക്കൽ. അപ്പൊ നമ്മൾ പറയും എല്ലാ സാധനവും അങ്ങനെയാണോ? എല്ലാ സാധനവും അങ്ങനെയാണ്. റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ വാങ്ങാം. ഇനിയിപ്പോ അത്രയ്ക്ക് പോലെ ലക്ഷറി പ്രോഡക്റ്റ് ഒന്നും വേണ്ട, ഇവിടെ നീഡായിട്ടുള്ള പ്രോഡക്റ്റ് അല്ലേ. റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ വാങ്ങാം. കൊതിപ്പിച്ചു. എന്താ കൊതിപ്പിച്ചേ? കറണ്ട് പോയ സമയത്ത് വിളക്ക് കത്തിക്കാലോ. ആ കൊതിയെ അവിടെ വന്നേ അല്ലെ. അടുപ്പ് കത്തിക്കണം, നേരത്തെ ഇത്തിരി മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിച്ചാൽ പെട്ടെന്ന് കത്തുമല്ലോ. ആ കൊതി അവിടെ വന്നേ. ഓരോ കച്ചവടത്തിനും ഓരോ പർപ്പസ് ഉണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഫെയർ ആൻഡ് ലവ്ലി 3 കുത്തു കുത്തിയിട്ട് വെളുക്കുന്നു, ലക്സ് സോപ്പ് തേച്ച് കുളിക്കിച്ച് കഴിഞ്ഞാൽ വെളുക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ ഒരു തരം കൊതിപ്പിക്കലായിരുന്നു അല്ലെ. ഇതൊക്കെ ഒരു തരം കൊതിപ്പിക്കലായിരുന്നു. ഇവിടെ ഫിജിക്കാട്ടുകാരൻ കൊതിപ്പിച്ചത് എന്തായിരുന്നു? ഇൻകമാണ്. ഫിജിക്കാട്ടുകാരൻ എന്താ പറഞ്ഞേ? ഫിജിക്കാട്ടുകാരനോട് എന്താ പറഞ്ഞേ കമ്പനി? ഫിജിക്കാട്ടുകാരാ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട്. ഈ പ്രോഡക്റ്റുകൾ നമുക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വിൽക്കണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചെയ്യണം. മാർക്കറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പരസ്യം ചെയ്യണം. പരസ്യം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കുറെ കാശ് ചെലവാക്കണം. എന്തൊക്കെ പരസ്യങ്ങളിലൂടെ പോവാം? പത്രത്തിൽ പരസ്യം കൊടുക്കാം, TV ആഡ്സ് കൊടുക്കാം, റേഡിയോയിൽ FM പറയിപ്പിക്കാം, ഫ്ലെക്സ് ബോർഡ് വെക്കാം. ഇപ്പൊ അടുത്തൊരാള് ഫ്ലെക്സ് ബോർഡ് കുറെ വെച്ചിട്ടും പോലും രക്ഷയില്ലാത്ത അവസ്ഥയിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. 2-3 ദിവസമായിട്ട് മുമ്പുള്ളതല്ലേ ഡിസ്കസ് ചെയ്ത് നോക്കണം. TV മുഴുവൻ ഫുള്ള് ഫ്ലെക്സ് ആയിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? ഒന്നും ഉണ്ടായി. അപ്പൊ ഫ്ലെക്സ് ബോർഡ് വെക്കാം, കുറെ കാര്യങ്ങൾ ചെയ്യാം. ഇതൊക്കെ ചെയ്തിട്ടും കച്ചവടത്തിന് വേണ്ടി ആളുകൾ കിടന്ന് ബഹളം വെക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊക്കെ മെനയുന്ന ആളുകളുടെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചത്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ആശയം. എന്താ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ആശയം? ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ആശയം സാലറി ഇല്ലാതെ ഒരു വർക്ക് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, ഇത് നോട്ട് ചെയ്യണേ. ഇതും ഇവിടെ മെയിൻ സാധനമാണ്. സാലറി ഇല്ലാതെ ഒരു വർക്ക് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കമ്മീഷൻ അടിസ്ഥാനത്തിൽ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റുകളെ വിൽക്കുന്ന രീതിയെ പറയുന്ന പേരാണ് ഡയറക്ട് സെല്ലിംഗ്. ഒന്നൂടി പറഞ്ഞേ. ഇത് ചില ആളുകൾക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവും, ചില ആളുകൾക്ക് 2 പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവും. ചില ആളുകൾ ഇപ്പോഴാണ് പേപ്പറും പേന എടുക്കാൻ ഉടനെ വേഗം ഓടിപ്പോയി എടുത്തിട്ട് വാ. ഒരു
ഒരു എന്താ എങ്ങനെ തുടങ്ങി ഞാൻ ഇനി പറയുമ്പോ ചിലപ്പോ വേറെ രീതിയിലാവട്ടെ പറയാ, ആശയം എടുത്താൽ മതി. ഒരു കമ്പനിയിലെ പ്രോഡക്റ്റുകളെ അല്ലെങ്കിൽ സർവീസുകളെ സാലറീഡ് അല്ലാത്ത, സാലറി കൊടുക്കാത്ത, ശമ്പളം കൊടുക്കാത്ത ഒരു വർക്ക് ഫോഴ്സിനെ വെച്ചുകൊണ്ട്, എന്നുവെച്ചാൽ ഒരു കൂട്ടം ആളുകളെ വെച്ചുകൊണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കുന്ന പ്രശ്നം ഒതുക്കുന്നില്ല, അവരെ വെച്ചുകൊണ്ട് ഒരു കമ്പനിയുടെ പ്രോഡക്റ്റുകളെയോ സർവീസുകളെയോ വിൽക്കുന്ന രീതിയെ പറയുന്ന പേര്, കമ്മീഷൻ അടിസ്ഥാനത്തിൽ വിൽക്കുന്ന രീതിയെ പറയുന്ന പേരാണ് ഡയറക്ട് സെല്ലിംഗ്. അപ്പൊ നമുക്കൊന്ന് ഏതൊക്കെ കീറി പരിശോധിച്ച് നോക്കിയാലോ. സാലറി ഉണ്ടോ ഫിജിക്കാട്ടില്? സാലറി ഉണ്ടോ ഫിജിക്കാട്ടിൽ ചോദിച്ചാൽ ചില ടീമുകൾ പറയും പിന്നെ അതല്ലേ നമ്മുടെ പെർഫോമൻസ് ബോണസ്. അല്ല, പെർഫോമൻസ് ബോണസ് പെർഫോം ചെയ്യുന്നവനാരോ അവന് കിട്ടുന്ന ബോണസിനെ വിളിക്കുന്ന പേരാണ് പെർഫോമൻസ് ബോണസ്. എങ്ങനെ പെർഫോം ചെയ്യുന്നവനാരോ അവന് കിട്ടുന്ന ബോണസ് ആണ് പെർഫോമൻസ് ബോണസ്. അതുകൊണ്ടല്ലേ നമ്മൾ അതിന് ക്രൈറ്റീരിയ വെച്ചേക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ SM റാങ്കിൽ അടിച്ച എല്ലാവർക്കും പെർഫോമൻസ് ബോണസ് കിട്ടണ്ടേ? SM റാങ്കിലുള്ള എല്ലാവർക്കും എന്താ പെർഫോമൻസ് ബോണസ് കിട്ടാത്തെ? അവൻ പെർഫോം ചെയ്തില്ല. പെർഫോം ചെയ്യേണ്ടത് എത്രത്തോളം എന്ന് അളക്കാൻ വേണ്ടി SM തൊട്ട് NSTM വരെയുള്ള ആളുകൾക്ക്, ഒരൊറ്റ എണ്ണത്തിന് പറ്റത്തില്ല, SM മുതൽ NSTM വരെയുള്ള ആളുകൾക്ക് അവരവരുടെ കഴിവുകൾക്കനുസരിച്ച് മീൻസ് SM ആവുന്ന ആളുടെ ടീം സൈസ് അല്ല NSTMന്റെ ടീം സൈസ്, അതല്ല NSMന്റെ ടീം സൈസ്, അതല്ല DSMന്റെ, അതല്ല ZSMന്റെ. അങ്ങനെ ആയതുകൊണ്ട് ഇവർക്കൊക്കെ ഒരു ക്രൈറ്റീരിയ വെച്ച് കൊടുത്തു. ആ ക്രൈറ്റീരിയ മാച്ച് ചെയ്താൽ മാത്രമേ പെർഫോമൻസ് ബോണസ്. അപ്പൊ ശമ്പളമില്ല. പെർഫോമൻസ് ബോണസ് ഈസ് ഈക്വൽ ടു ആരാണോ ഒരു വ്യക്തി പെർഫോം ചെയ്യുന്നത് അവന് കിട്ടുന്ന ബോണസിനെ വിളിക്കുന്ന പേരാണ് പെർഫോമൻസ് ബോണസ്. പക്ഷെ നമ്മുടെ ആളുകൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഒരു സാധനം പറയും സാലറി. അപ്പൊ കമ്പനി പറഞ്ഞു സാലറി കിട്ടും എന്ന് പറയരുത്. അപ്പൊ നമ്മുടെ ലീഡർമാര് പറഞ്ഞു സാലറി കിട്ടും എന്ന് പറയുന്നില്ല, സാലറി പോലെ അല്ലെ, സാലറി പോലെ പെർഫോമൻസ് ബോണസ് കിട്ടും. അല്ലടോ, പെർഫോം ചെയ്താൽ നമുക്ക് ഇവിടെ പൈസ കിട്ടും. പെർഫോം ചെയ്ത ഇവിടെ പൈസ കിട്ടും. പെർഫോം ചെയ്യാതെ പൈസ കിട്ടും എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന ഒരു മണ്ടിയാവല്ലേ. അപ്പൊ കാര്യത്തിലേക്ക് വീണ്ടും വരാം. വിൽക്കുക, വിൽക്കുക, വാങ്ങുക, വിൽക്കുക, വാങ്ങുക. വേഗം പറഞ്ഞേ, സ്പീഡിൽ പറഞ്ഞേ, വിൽക്കുക, വാങ്ങുക. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, വിൽക്കാനും വാങ്ങാനും അറിയണം, വിൽക്കാനും വാങ്ങാനും അറിയണം. അപ്പൊ ഫിജിക്കാർട്ടിൽ എപ്പോഴാണ് നമ്മൾ വാങ്ങേണ്ടത്? 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫിജിക്കാർട്ടിൽ സാധനങ്ങൾ വാങ്ങേണ്ടത്. 3 പർപ്പസിനാണ് ഫിജിക്കാർട്ടിൽ സാധനങ്ങൾ വാങ്ങേണ്ടത്. എഴുതണ്ട നിങ്ങൾ വല്ലതും പഠിക്കണ്ട, മനസ്സിലാവണ്ട കാര്യങ്ങള്, കേൾക്കണ്ട വല്ലതും, കാര്യങ്ങൾ വല്ലതും നടക്കണ്ട. ഉണ്ടെങ്കിൽ ഒരു തമ്പിട്ടെ, ഈ തമ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഒരു ജാതി മോട്ടിവേഷൻ ആണ് നമുക്ക്. കാര്യങ്ങൾ മനസ്സിലാവില്ലേ? അപ്പൊ 3 പർപ്പസിനാണ് ഫിജിക്കാർട്ടില് സാധനങ്ങൾ വാങ്ങേണ്ടത്. ഒന്ന്, ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ദൈവസ്പർശമുള്ള മനോഹരമായ ഈ ഭംഗിയുള്ള ഈ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് കസ്റ്റമറായിട്ട് വരാം. സാധനം വാങ്ങാ, മിണ്ടാണ്ടിരിക്കുക. നിങ്ങൾക്ക് മോസ്റ്റ് വെൽക്കം. ഫിജിക്കാർട്ടിനെ ഒരു ഇ-കോമേഴ്സ് സൈറ്റ് ആയിട്ട് കാണാം, ഓൺലൈൻ സ്ഥാപനമായിട്ട് കാണാം. ഇതിലേക്ക് വരാം, സാധനം വാങ്ങാം, കസ്റ്റമറായിട്ട് നിൽക്കാം. ഒരു തടസ്സമില്ല. നമ്പർ ടു, കസ്റ്റമറിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. രണ്ടാമത്തെ സാധനം, കസ്റ്റമറിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടർഷിപ്പിലേക്ക് മാറാൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. മൂന്നാമത്തെ കാര്യം, റീപർച്ചേസ് ചെയ്യാൻ ജനറേഷൻ ബോണസ് കിട്ടാൻ വേണ്ടി. ഒന്ന്, കസ്റ്റമറായി സാധനം വാങ്ങി മിണ്ടാതിരിക്കാം. 2, ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. 3, റീപർച്ചേസ് ചെയ്യാം. വീണ്ടും സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ജനറേഷൻ ബോണസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാം. ഇങ്ങനെ 3 പർപ്പസിലാണ് നമുക്ക് സാധനങ്ങൾ വാങ്ങേണ്ടത്. ഓരോന്നായിട്ട് കീറി പരിശോധിച്ച് നോക്കാം. കസ്റ്റമർ, നിങ്ങൾ ഒരു കസ്റ്റമർ ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഫിജിക്കാർട്ടിലേക്ക് വരുന്നു, സാധനം വാങ്ങണു, മിണ്ടാതിരിക്കണു. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അല്ലേ? ഈ ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഫിജിക്കാർട്ടിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ മാർക്കറ്റിലുണ്ട്. മാനേജ്മെന്റ് എന്നെ ചീത്ത പറയാതിരിക്കണം, ഞാനിത് സത്യം തുറന്നു പറയുന്നു.
അല്ലെ? നമ്മളെക്കാൾ നല്ല പ്രൈസില്, നല്ല സ്പീഡില്, നല്ല സൂപ്പർ കമ്പനികള് നാട്ടിലുണ്ട്. 2-3 ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആമസോൺ പൊളിയാണ്, ഫ്ലിപ്കാർട്ട് തകർപ്പനാണ്, ജബോങ് സൂപ്പറാണ്, മീഷോ അടിപൊളിയാണ്. ഇതിലൊക്കെ കുറെ പ്രോഡക്റ്റുകളും ഉണ്ട്, കുറെ സാധനങ്ങളും ഉണ്ട്. ആമസോണിന്റെ ഒരു ഓണർ, ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളോട് ഞാൻ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത്, അപ്പനും അമ്മയും മക്കളൊഴിച്ച് ബാക്കിയൊക്കെ ഞങ്ങൾ കൊടുക്കുന്ന പറഞ്ഞു. അപ്പനും അമ്മയും മക്കളൊഴിച്ച് ബാക്കി എന്തും ഞങ്ങൾ തന്നേക്കാം എന്നാ പറഞ്ഞേ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, പക്ഷെ നിങ്ങൾ തരാത്തൊരു സാധനം ഉണ്ട്. എന്താ അത്? പ്രോഫിറ്റ്. ഈ പറഞ്ഞ കമ്പനികൾക്കൊന്നും പ്രോഫിറ്റ് ഹലോ ഈ പറയുന്ന കമ്പനികൾക്കൊന്നും പ്രോഫിറ്റ് തരാൻ കഴിയില്ല. അതിന് പകരം ഓഫർ തരാനേ കഴിയുള്ളൂ. പഠിച്ചേ. ഈ കമ്പനികൾക്കൊക്കെ എന്താ തരാൻ പറ്റുള്ളൂ? ഓഫർ തരാനേ പറ്റുള്ളൂ. പ്രോഫിറ്റ് തരാൻ കഴിയില്ല. കാരണം എന്താ? അവര് ക്രിയേറ്റ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അല്ല, അവര് ക്രിയേറ്റ് ചെയ്യണത് കസ്റ്റമേഴ്സിനെയാണ്. ഇത്തരം കമ്പനികളിൽ നിന്ന്, ഇത്തരം ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഓഫറുകളാണ്. അപ്പൊ എങ്ങനെയാ ഇവന്മാർ ഈ ഓഫർ കൊടുക്കുന്നതെന്നൊന്ന് പഠിച്ചേ വേഗം. ഒരു കമ്പനിയിലേക്ക് എന്താ ഉണ്ടാവുന്നത്? ആമസോണിന് ഒരാൾ പ്രോഡക്റ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നു. ആ പ്രോഡക്റ്റ് കൊണ്ടു കൊടുക്കുന്നതിന് അവർക്കൊരു ചെലവുണ്ടാവും, അല്ലെ? അതിനെ വിളിക്കുന്ന പേരാണ് മാനുഫാക്ചറിങ് കോസ്റ്റ് അല്ലെങ്കിൽ ലാൻഡിംഗ് പ്രൈസ്. ഇത് അവർക്ക് കിട്ടിയ വില. ഈ കിട്ടിയ വിലയുടെ കൂടെ എന്തൊക്കെ ചേരും? ഈ കിട്ടിയ വിലയുടെ കൂടെ അവരുടെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് കൂടും. എന്ന് വെച്ചാൽ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് കയറും, അതിന്റെ ലോജിസ്റ്റിക് കോസ്റ്റ് കയറും. എന്ന് വെച്ചാൽ ഈ സാധനം കസ്റ്റമറിലേക്ക് എത്തുന്ന വരെയുള്ള ലോജിസ്റ്റിക് കോസ്റ്റ് കയറും, അവരുടെ പ്രോഫിറ്റ് കയറും, ഗവൺമെന്റിന് കൊടുക്കേണ്ട ടാക്സുകൾ കയറും, ഓവർഹെഡ് ബിൽസ് കയറും. ഓവർഹെഡ് ബിൽസ് എന്ന് വെച്ചാൽ അവരുടെ ഓഫീസ് സ്റ്റാഫുകൾ, മെയിന്റനൻസ്, ഈ വക കാര്യങ്ങൾ. ഇതില് ഇവർ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇവര് ഈ ഔട്ട്ലെറ്റുകളിലേക്ക് കൊടുക്കുന്ന മാർജിൻ ഒഴിവാക്കിയിട്ടാണ് ഇവര് നേരിട്ട് കസ്റ്റമർക്ക് ലോജിസ്റ്റിക്സ് അയച്ചു കൊടുക്കുന്നത് കൊണ്ട് ഇവർക്ക് ഒരു 25%, 30% മാർജിൻ കിട്ടുന്നു. ആ മാർജിൻ അവർ ഓഫർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ദീപാവലി ഓഫർ 25%, ഓണം ഓഫർ 30% എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചു വിടുന്ന സാധനം. നിങ്ങൾ നോക്കിക്കോ, ഒരു 12 മാസത്തിൽ ഓൾമോസ്റ്റ് എല്ലാ മാസങ്ങളിലും ഓഫർ ഉണ്ടാവും. ജനുവരി തുടങ്ങിയാൽ പുതുവത്സര ഓഫർ ഒരു ഫെബ്രുവരി കഴിയുമ്പോഴേക്കും മാർച്ച് മാസം സമ്മർ ഓഫർ സ്റ്റാർട്ട് ചെയ്യും. മാർച്ച്, ഏപ്രിൽ, മെയ് കൊടും ചൂട്, കൊടും ഓഫർ കഴിയുമ്പോഴേക്കും ദാ വരുന്നു മൺസൂൺ ഓഫർ. മഴ പെയ്താൽ ഓഫർ, വെയിൽ ഉദിച്ച ഓഫർ, മഴ പെയ്തില്ലെങ്കിൽ ഓഫർ, വെയിൽ ഉദിച്ചില്ലെങ്കിൽ ഓഫർ. അപ്പോഴേക്കും വരും വിഷു ഓഫർ, ഓണം ഓഫർ, ദിവാലി ഓഫർ. അപ്പോഴേക്കും വന്നു റംസാൻ ഓഫർ, ചെറിയ പെരുന്നാൾ ഓഫർ, വലിയ പെരുന്നാൾ ഓഫർ. അപ്പോഴേക്കും വരും നവംബർ മാസം ഓഫർ. ഇനി ഒന്നിനും പറ്റിയില്ലെങ്കിൽ സ്കൂൾ ഓപ്പണിംഗ് ഓഫർ. അതല്ലെങ്കിൽ കഴിഞ്ഞാൽ വരും ഒക്ടോബറിൽ മറ്റേ രാത്രി മാത്രം മഴ പെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ഇടവപ്പാതിയോ, എന്നിട്ട് അങ്ങനത്തെ ഒരു മഴ. അപ്പൊ അതിന്റെ ഓഫർ. അത് കഴിഞ്ഞാൽ നവംബർ മാസത്തിൽ ക്രിസ്മസ് ഓഫർ കഴിഞ്ഞപ്പോഴേക്കും ഡിസംബർ ക്രിസ്മസ് ഓഫർ കഴിയുമ്പോൾ പിന്നെ ന്യൂ ഇയർ ഓഫർ. ഇത്ര സ്നേഹോ നമ്മളോട് ഈ കമ്പനികൾക്ക്? ഇതിൽ പരീക്ഷ ഓഫർ വേറെ. ഇങ്ങനെ ഫിജിക്കാർട്ട് എന്താ ചെയ്യണേ? ഫിജിക്കാർട്ട് എന്ത് ചെയ്തു? ഈ ഓഫറുകൾ കൊടുക്കുന്നില്ല. അതിന് പകരം പരസ്യങ്ങളും കൊടുക്കണില്ല. കാരണം നേരത്തെ ഈ ഓഫർ എന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടി ഇവന്മാര് ചെലവാക്കിയത് കോടികളാണ്. ശരിയാണോ? ദീപാവലി ഓഫർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുന്നിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി ഇവർ ചെലവാക്കിയത് കോടികളാണ്. ഫ്ലെക്സുകൾ വെച്ചത് കോടികൾക്കാണ്. ഞാനൊരു ദിവസം മലയാള മനോരമ പത്രം തുറന്നു നോക്കിയപ്പോ അതിന് 2 പേജ് ഓപ്പണിംഗ് പേജ്. ഒന്നാമത്തെ പേജ് മൈജി ഓണം, പൊന്നോണം. പിന്നെയാണ് രണ്ടാമത്തെ പേജിലാണ് ശരിക്കുള്ള മലയാള മനോരമയുടെ ഒറിജിനൽ പേജ്. ആ ഒന്നാമത്തെ പേജിൽ മൈജി ഓണം, പൊന്നോണം എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു പരസ്യം കൊടുക്കണമെങ്കിൽ എത്ര കോടി ചെലവാക്കിയിട്ടുണ്ടാവും? ഈ കാശ് ആരാ കൊടുത്തേ? ഇതിനകത്ത് കുറെ സ്ത്രീജനങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഞാനൊരു കാൽക്കുലേഷൻ മുന്നോട്ട് വെച്ച് തരാം. അടിപൊളിയാണ്, സൂപ്പറാണ്. നിങ്ങൾ ഈ കാൽക്കുലേഷൻ ഒന്ന് നോക്കി നോക്കൂ. നിങ്ങൾ ഡ്രസ് എടുക്കുന്ന എവിടുന്നാണ്? തൃശ്ശൂരുകാര് കല്യാണുണ്ട്, ഇവിടെ പുളിമൂട്ടിലുണ്ട്, ഇങ്ങനെ ഇഷ്ടം പോലെ കടകളുണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഒരു ടെക്സ്റ്റൈൽ സ്ഥാപനത്തിൽ നമ്മൾ പോയിട്ട് ഒരു തുണി എടുക്കുന്നു, ഒരു സാരി എടുക്കുന്നു എന്ന് കരുതുക.
അതിന്റെ കോസ്റ്റ് ഒന്ന് നമുക്ക് കണക്ക് കൂട്ടി നോക്കാം. 6 നിലകളിലായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഷോറൂം തുറന്ന് പ്രവർത്തിക്കുന്നു. 6 ഫ്ലോറുകളിൽ കൂടി ഞങ്ങൾക്ക് 2 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ പട്ടിന്റെ വിസ്മയം ഞങ്ങൾ ഒരുക്കുന്നു. 2 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ വാടക എത്രയാണേ? കണക്കൂട്ടിയോ? 2 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ വാടക എത്രയാ? ഞാനിപ്പോ ഇരിക്കുന്നത് തൃശ്ശൂര് സെന്റ് തോമസ് കോളേജ് എന്ന് പറയുന്ന കോളേജിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഇവിടെയാണ് എന്റെ സ്ഥാപനം. എനിക്ക് ചെറിയൊരു ഓഫീസ് ഉണ്ട്. ഈ ഓഫീസിന് ഞാൻ കൊടുക്കുന്നത് 27 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന്. അതും മോളിലത്തെ ഫ്ലോറ്, ഷീറ്റ്, മഴ പെയ്ത തൊട്ടോ ശബ്ദം കേൾക്കും, പാർക്കിംഗ് ഇല്ല. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഞാൻ ഇരിക്കുന്നതിന് ഒരു സ്ക്വയർ ഫീറ്റിന് 27 രൂപയാണ്. അപ്പോ 2 ലക്ഷം സ്ക്വയർ ഫീറ്റിന് എത്ര പൈസ കൊടുക്കണം റെന്റ്? കണക്കൂട്ട് ചേട്ടാ. നമുക്ക് എളുപ്പത്തിന് 10 രൂപ എന്ന രീതിയിൽ കണക്കൂട്ടാം. കുറെ എടുക്കണതല്ലേ, അപ്പൊ ലാഭത്തിന് കിട്ടുമല്ലോ. 10 രൂപ സ്ക്വയർ ഫീറ്റിന് റെന്റ് ആണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ റെന്റ് 2 ലക്ഷം ഇൻറ്റു 10, 20 ലക്ഷം രൂപ റെന്റ് ഒരു മാസം. ഈ 2 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ജോലി ചെയ്യുന്നു കഷ്ടി ഒരു 200ഓളം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള കുട്ടികൾ അല്ലേ? പോട്ടെ, 100 പേര് ശരി, സമ്മതിച്ചു. നമ്മൾ ഏറ്റവും കുറവിലെടുത്താൽ മതി. 100 പേര് വർക്ക് ചെയ്യുന്ന ഒരു 10,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ ശമ്പള ഇനത്തിൽ എത്ര രൂപ? ഇതിനു പുറമെ അവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ല്, പരസ്യങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നത്, ഇന്റീരിയർ, ലൈറ്റിംഗ്, സ്റ്റോക്ക്. ഇനി തൃശ്ശൂർ വന്ന് നിങ്ങൾ ചായ കുടിക്കണമെങ്കിൽ ഒരു ചായക്കടയിലും പോണ്ട. നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈലിൽ ചെന്നിട്ട് വലിയൊരു സാരി കാണിച്ചു തരാൻ പറയാ. വലിയ വിലയുടെ അപ്പ കിട്ടും, ഏലക്കായ ഇട്ട ചായ, മാംഗോ പൾപ്പ് ജ്യൂസും. 10 പൈസ കൊടുക്കണ്ട. എന്നിട്ട് പറയാ, അത് കുടിച്ചിട്ട് പറയാ, ഞങ്ങൾ അപ്പുറത്തും കൂടി നോക്കിയിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞാൽ നമ്മുടെ വൈകുന്നേരത്തെ ചായ കൂടി തീർന്നു. വടയും പഴംപൊരി ഒന്നും ചോദിക്കരുത്, അതൊന്നും അവർ തരില്ല. ചായയും മാംഗോ പൾപ്പൊക്കെ തരും. ഇതിന്റെ കാശ് ആരാ കൊടുക്കണേ? ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാല്, ഞങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെയുള്ള നാട്ടിൻപുറത്ത്, എന്തിനാ നാട്ടുകാരെ പറയണേ, എന്റെ വീട്ടിലൊക്കെ എന്റെ കാരണന്മാരായിട്ടുള്ള ആന്റിമാരും വല്യമ്മമാരും ഇളയമ്മമാരൊക്കെ ഇങ്ങനത്തെ ഷോപ്പിങ്ങിന് പോയാൽ മനുഷ്യനെ തൊലി ഉരിക്കുന്ന ഒരു പരിപാടി ചെയ്യും. സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ആദ്യം ബില്ലിട്ടു, എന്നിട്ട് ആ ബില്ല് നമുക്ക് തരും. എന്നിട്ട് നമ്മൾ ബില്ലടക്കണ കൗണ്ടറിൽ പോയിട്ട് ബില്ലടയ്ക്കും. ബില്ലടച്ചിട്ട് ഈ പ്രോഡക്റ്റ് തിരിച്ചു തരുന്ന ഡെലിവറി പോയിന്റിലേക്ക് നമ്മൾ ചെല്ലും. അപ്പൊ അവിടെ ഒരു ചെക്കൻ ഒരു സീൽ എടുത്തിട്ട് എന്തോ ദേഷ്യം തീർക്കണ പോലെ എല്ലാ ബില്ലുമിലും സീൽ അടിക്കുന്നുണ്ടാവും. ഡെലിവേർഡ് എന്ന് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യില്ലാവും നമ്മളെ. അപ്പൊ അവനോട് നമ്മൾ പറയും, ചേട്ടാ ഒരു 4 കവർ എക്സ്ട്രാ വെക്കണേ, അല്ലെ? ഒരു 4 കവർ എക്സ്ട്രാ വെക്കണേ. ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരു തംസപ്പ് ഇട്ടേ, ഒരു 4 കവർ. ഇപ്പൊ രാവിലെ പാല് വാങ്ങാൻ പോകാൻ, ഇറച്ചി വാങ്ങാൻ പോകാൻ നല്ല ഒരു കവർ. ഈ ഒരു കവറിന് 7 രൂപയാണ് മാളുകളിൽ ചാർജ് ചെയ്യണത്. ഈ ഒരു കവറിന് 7 രൂപ തൊട്ട് 10 രൂപ 12 രൂപയൊക്കെ ചാർജ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോ ഒരു സൂപ്പർവൈസറോടും ചോദിക്കാതെ, ഒരു മാനേജ്മെന്റിനോടും ചോദിക്കാതെ 10 കവറ് ചുരുട്ടിക്കൂട്ടി നിങ്ങളുടെ കവറിൽ വെച്ച അവന്റെ നല്ല മനസ്സിനെ നമ്മൾ കാണാണ്ട് പോരുത്. 100 റുപ്യ ഇപ്പൊ അവൻ ഡിസ്കൗണ്ട് തന്നു. അതിന്റെ ഒപ്പം ഒരു 6 മൊന്തയും 2 ചില്ല് ഗ്ലാസും, വെട്ട് ഗ്ലാസ്, പിന്നെ ഒരു കലണ്ടറും, അല്ലേ? നിങ്ങളൊന്ന് അടുക്കളയിൽ പോയിട്ട് നോക്കിയേ, അവിടെ ഭർത്താവ് മക്കളൊക്കെ കഴിക്കുന്ന ഗ്ലാസ്സുകൾ നോക്കി നോക്കിയാൽ അതുമൊക്കെ ഉണ്ടാവും ചെമ്മണ്ണൂര്, കല്യാണ്, പുളിമൂട്ടില് ഫുള്ള് ഫ്രീ കിട്ട ഗ്ലാസ്സിലായിരിക്കും നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുക. നല്ല പ്ലേറ്റുകളും സാധനങ്ങളൊക്കെ ഷോക്കേസിൽ എടുത്തു വെച്ചിട്ടുണ്ടാവും. ബന്ധു പ്ലേറ്റ്, ബന്ധു ഗ്ലാസ്, അതുപോലെ തന്നെ ഒരു ബന്ധു തലവണ, ഒരു ബന്ധു പുതപ്പ്, ഈ സാധനമൊക്കെ റൂമിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതില് ഭക്ഷണം കഴിച്ച് ആ കാശ് കൊടുത്ത് വാങ്ങിയ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. എപ്പോഴും ഗിഫ്റ്റ് കിട്ടിയ പ്ലേറ്റ്, ആരോ ഗിഫ്റ്റ് തന്ന പ്ലേറ്റ്, ആ പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ച് മരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മക്കളുടെയും ഭർത്താവിന്റെയും ഒക്കെ ഏറ്റവും വലിയ സ്വപ്നം. ഇന്ന് വരെ സാധിച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ ഫ്രീ കിട്ടിയ ക്ലാസ്സിലായിരിക്കും കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുക. ഈ കാശൊക്കെ ആരാടോ കൊടുത്തേ? നമ്മള് കസ്റ്റമർ ഇതിന്റെയൊക്കെ പൈസ കൊടുത്തേ. ഈ കാശൊക്കെ ഇട്ടിട്ടാണ് അതിന് വിലട്ടെ. അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നു ചേട്ടന്മാരെ, ചേച്ചിമാരെ, നമ്മൾ വാങ്ങിയ ആ സാരിയുടെ ശരിക്കുള്ള വിലയൊന്ന് പറഞ്ഞേ. ഈ പറഞ്ഞ സാധനങ്ങൾക്ക് അതൊന്ന് കുറയണ്ടേ? അപ്പൊ കാര്യത്തിലേക്ക് വരാം. ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പരസ്യങ്ങൾ നിങ്ങൾ കണ്ടോ? എവിടെയെങ്കിലും കണ്ടോ ഫിജിക്കാർട്ടിന്റെ പരസ്യം?
കണ്ടില്ല, ഇത്ര നേരമായിട്ടും കണ്ടില്ല. ഫിജിക്കാർഡിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ കാശ് ചെലവാക്കി, എന്റെ ഇന്റർനെറ്റ് എടുത്ത്, എന്റെ ഫോണിൽ എന്റെ കറണ്ട് ചെലവാക്കി ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണേ. നിങ്ങൾ ഫിജിക്കാർഡിന്റെ പരസ്യം കേൾക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഇന്റർനെറ്റ് ചെലവാക്കി, നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ സമയം മുടക്കി നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കണേ. ഈ പൈസയൊക്കെയാണോ നമുക്ക് ഈ ലാഭം എന്ന് പറഞ്ഞിട്ട്, പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് കമ്പനി തരണത്? അപ്പൊ അത് പണെടുക്കാത്ത ഒരാൾക്ക് കൊടുക്കാൻ പാടുവോ? പറഞ്ഞേ, കൊടുക്കാൻ പാടുവോ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. ഞാൻ നോക്കുന്നുണ്ട്, ഞാൻ ദേ വിനീഷിനെ കാണുകയാണ്. വിനീഷിന്റെ ബാക്കിൽ പട്ടായ എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള തായ്ലൻഡിൽ പോയിട്ടായിരുന്നോ വിനീഷെ? അങ്ങനെ പണിയെടുക്കാത്തവന് ഇങ്ങനെ കാശ് കൊടുക്കാൻ പാടുവോ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. പണിയെടുക്കുന്നവനെ കാശ് കിട്ടാൻ പാടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിനൊക്കെ ക്രൈറ്റീരിയകൾ വെച്ചു, 6 തരത്തിലുള്ള ഇൻകങ്ങൾ വെച്ചു, അല്ലെ? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻകങ്ങൾ വെച്ചു. അപ്പൊ ഇതിൽ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് മെമ്പർ ആവണമെങ്കിൽ ചില നമ്മുടെ വാക്കുകളെ നമുക്കൊന്ന് മാറ്റി പുതിയ പദങ്ങൾ ഉപയോഗിച്ചാൽ സാധനം ശരിയാവും. കമ്പനി പറഞ്ഞ ആശയം ഇതാണ്, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി പറഞ്ഞ ആശയം ഇതാണ്. നിങ്ങൾ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്ന പൈസ, നിങ്ങൾ റീറ്റെയിൽ ചെയ്യാൻ വേണ്ടി ചെലവാക്കുന്ന പൈസ, അല്ലെങ്കിൽ അതിലുള്ള മിഡിൽ മാൻമാർ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പൈസ ഒഴിവാക്കുക. പരസ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന ഭീമമായ സംഖ്യ, പരസ്യങ്ങൾക്കൊക്കെ ഇത്ര ഭീമമായ സംഖ്യ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കണ നേരത്ത് ദാ വരുന്നു ഷാറൂഖ് ഖാൻ വന്നിട്ട് പറയണു, എന്താ നിങ്ങളുടെ ടോയ്ലറ്റ് ക്ലീൻ അല്ലേ? ഷാറൂഖ് ഖാന്റെ ഒക്കെ ഒരു അവസ്ഥയെ. നമ്മളാണെങ്കിൽ നല്ല പരിപ്പ് കൂട്ടാനും കൂട്ടി നല്ല അടിപൊളിയായിട്ട് ചോറുണ്ടാൻ നിൽക്കുന്ന നേരത്താണ് ഈ ചെങ്ങായി വീട്ടിലേക്ക് കയറി വരുന്നത്. ആ വന്ന വഴിക്ക് അവിടെയുള്ള വീട്ടിലത്തെ പെണ്ണ് ഡോറും തുറന്നു കൊടുത്ത് വന്നു, വാ ഷാറൂഖ് ഖാനെ, കക്കൂസിലേക്ക് ആദ്യം പോവാം, അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് ആദ്യം പോവാന്ന് പറഞ്ഞ് അയാളുടെ കയ്യിൽ മാത്രം ഒരു പ്രത്യേകതരം കണ്ണാടി, അത് വെച്ച് നോക്കിയാൽ കീടാണുവിനെ കാണാൻ പറ്റും. ഈ കീടാണുവിനെ ഓടിക്കാനുള്ള ഹാർപ്പിക്ക് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഇത് നല്ലതാണ് എന്ന് പറഞ്ഞതിനെ ഷാറൂഖ് ഖാൻ എത്ര രൂപ വാങ്ങിയിട്ടുണ്ടാവും? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സച്ചിൻ ടെണ്ടുൽക്കർ 100 സെഞ്ചുറി അടിച്ചത് ബൂസ്റ്റ് കുടിച്ചിട്ടാണ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സച്ചിൻ ടെണ്ടുൽക്കറുടെ മോൻ അർജുൻ ഉയരം വെച്ചത് കോംപ്ലാൻ കുടിച്ചിട്ടാണ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സൂപ്പർ ക്യാപ്റ്റൻ ആയിട്ടുള്ള ധോണി ബൂസ്റ്റ് കുടിച്ചിട്ടാണ് ഇത്രയും കളികൾ ജയിച്ചതെന്ന്? ഇതിനൊക്കെ ഇവർ എത്ര രൂപ വാങ്ങിയിട്ടുണ്ടാവും? ഈ കാശ് കൊടുത്തത് ആരാ? ഈ കാശ് കൊടുത്തത് ആരാ? ഈ കാശൊക്കെ കൊടുത്തത് നമ്മൾ കസ്റ്റമേഴ്സ് ആണോ? കാരണം അതിന്റെ പൈസ കൂടി ചേർത്തിട്ടാണ് MRP എന്ന ഓമന പേരിട്ടിട്ട് ഒരു സാധനം നമ്മൾ അതും എഴുതി വെച്ചിരിക്കുന്നത്. MRP, മാക്സിമം റീറ്റെയിൽ പ്രൈസ്. അപ്പോഴാണ് ഡയറക്ട് സെല്ലിംഗിന്റെ മാജിക് തുടങ്ങിയത്. ഡയറക്ട് സെല്ലിംഗുകാരൻ എന്ത് പറഞ്ഞു? ഡയറക്ട് സെല്ലിംഗുകാരൻ വന്നിട്ട് പറഞ്ഞു, ഇടനിലക്കാർക്ക് പൈസ കൊടുക്കുന്നില്ല, അഡ്വർടൈസ്മെന്റിന് പൈസ ചെലവാക്കുന്നില്ല. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇന്ന് ഈ മീറ്റിംഗിൽ കയറിയിട്ടുള്ള 999 ആള്, ഒരാൾക്ക് കയറാനുള്ള മാർഗം കേട്ടോ. ഈ 999 ആളിലെ ശൈലജ ചേച്ചിക്ക് ഇതിന്റെ ഇടനിലക്കാരിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ? ശൈലജ ചേച്ചിക്ക് ഇതിന്റെ മാർക്കറ്റിംഗ് ഏറ്റെടുക്കാൻ പറ്റുമോ? ശൈലജ ചേച്ചിക്ക് ഇതിന്റെ അഡ്വർടൈസ്മെന്റ് ഏറ്റെടുക്കാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശൈലജ ചേച്ചിക്ക് ഞങ്ങള് മാർക്കറ്റിംഗിന് വേണ്ടി മാറ്റിവെച്ച, ഡയറക്ട് സെല്ലിംഗിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനലിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള പണം തന്നേക്കാം. പക്ഷേ ഓൺ വൺ കണ്ടീഷൻ, അതിന് ചില നിയമങ്ങളും ചില രീതികളും ഉണ്ട്. ആ രീതി എന്താ? ആ രീതി വളരെ സിമ്പിൾ ആണ്. ശൈലജ ചേച്ചി ഇതാ ഒരു മഞ്ഞ ഷാളൊക്കെ ഇട്ടിട്ടിരിക്കുന്ന ശൈലജ ചേച്ചിയുടെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. ശൈലജ ചേച്ചി ഫുൾ ഹാപ്പി, തൊപ്പിയൊക്കെ കൊടുക്കും. ശൈലജ ചേച്ചിക്ക് ഫുൾ ഹാപ്പി. അപ്പൊ ശൈലജ ചേച്ചിയോട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ശൈലജ ചേച്ചി ഫിജിക്കാർട്ടിന്റെ ഭാഗമാവണമെങ്കിൽ ശൈലജ ചേച്ചി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യം കസ്റ്റമർ ആവ്. ആദ്യം എന്താണ്? ആദ്യം ഫിജിക്കാർട്ടിന്റെ കസ്റ്റമർ ആവ്. എന്നിട്ട് ആ കസ്റ്റമർഷിപ്പിനെ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പാക്കി കൺവേർട്ട് ചെയ്യ്. അല്ലെ ശൈലജ ചേച്ചി? അതിനെന്ത് ചെയ്യണം? 100 പോയിന്റിന്റെ സാധനങ്ങൾ ഫിജിക്കാർട്ടിൽ നിന്ന് വാങ്ങണം. ഇതാണ് കമ്പനി പറഞ്ഞത്. 100 പോയിന്റിന്റെ സാധനങ്ങൾ ഫിജിക്കാർട്ടിൽ നിന്ന് വാങ്ങണം. അങ്ങനെ വാങ്ങിയാൽ, അപ്പൊ ശൈലജ ചേച്ചിക്ക് ഭയങ്കര ബുദ്ധിയാണ്. ശൈലജ ചേച്ചി ചോദിച്ചു, എടോ അങ്ങനെ വാങ്ങിയാൽ എനിക്ക് എന്താണോ ഗുണം?
അപ്പൊ ശൈലജ ചേച്ചിയോട് ഫിജി കാർട്ട് പരിചയപ്പെടുത്താൻ വന്ന ആള് പറഞ്ഞിട്ടുണ്ടാവും, ശൈലജ ചേച്ചി 100 SV വാങ്ങി, സെയിൽസ് വോളിയം വാങ്ങി നിങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുത്താൽ ഈ കമ്പനിയുടെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ തരം ഇൻകങ്ങളും ഏൺ ചെയ്യാനുള്ള സുവർണാവസരം നിങ്ങൾക്ക് തരുന്നു. ഒപ്പം ഫിജി കാർട്ടിന്റെ സെയിൽസിലും മാർക്കറ്റിംഗിലും വിജയിക്കാൻ, സെയിൽസിലും മാർക്കറ്റിംഗിലും ഇൻവോൾവ് ചെയ്യാനുള്ള അവസരവും തരുന്നു. അതിനു വേണ്ടി കമ്പനിക്ക് 2 ഫേസ് ഉണ്ട്. ഒരു ഫേസ് മുഖഭാവം, ഒരു ഫേസ് ബാക്ക് എൻഡ്. ഏതൊരു ബിസിനസ്സിനും 2 മുഖമുണ്ട്. ഒന്ന് കസ്റ്റമർ കാണുന്ന ഭാഗം, 2 ഇതിന്റെ ബാക്ക് എൻഡ്, ബാക്കിൽ നടക്കുന്ന കളികൾ അല്ലെ. ഒരു ബേക്കറിക്കാരൻ, അയാൾക്ക് ഡിസ്പ്ലേ ഏരിയ ഉണ്ടാവും, അതാണ് അയാളുടെ ഫ്രണ്ട്. ബാക്ക് എൻഡ് എന്താ? അയാളുടെ അക്കൗണ്ട്സ് നോക്കുന്ന ആള്, അയാളുടെ കണക്ക് കൂട്ടുന്ന ആള്, അയാളുടെ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന ആള്, അതിന്റെ അല്ലെ വില നിശ്ചയിക്കുന്ന ആള്, ബൈയിങ് ടീം, ഇങ്ങനെയൊക്കെയുള്ള ടീമുകളുണ്ട്. ഇതാണ് ബാക്ക് ഓഫീസ് എന്ന് പറയുന്ന സാധനം. ശൈലജ ചേച്ചി കസ്റ്റമറായിട്ട് മാത്രം തുടരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ബാക്ക് ഓഫീസിലേക്ക് കയറ്റേണ്ട വല്ല കാര്യമുണ്ടോ ശൈലജ ചേച്ചീനെ? ശൈലജ ചേച്ചിക്ക് വരാൻ സാധനം വാങ്ങാൻ പോവാം, എന്തിനാ ബാക്ക് എൻഡിലൊക്കെ കയറി പോണത്? അതല്ലേ നമ്മൾ ബേക്കറിയിൽ പോയപ്പോ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറ്റിയില്ലല്ലോ. ആ ജ്യൂസ് അടിക്കുന്ന സ്ഥലത്തേക്ക് പോലും നമ്മളെ കയറ്റിയില്ല, നമ്മളെ പുറത്ത് നിർത്തിയിട്ട് അവര് സാധനം തന്നു അല്ലേ. ബേക്കറിയിൽ ചെന്നിട്ട് ചോദിച്ചു എന്തൊക്കെയാ ഉള്ളതെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു മുട്ട പപ്സ് ഉണ്ട്. മുട്ട പപ്സ് ഉണ്ടാക്കുമ്പോ നല്ല ചൂടായിരുന്നു സാറേ, മുട്ട പപ്സ് ഉണ്ട്, ഉണ്ടാക്കുമ്പോ നല്ല ചൂടായിരുന്നു. ഇപ്പോ അത് ചോദിക്കരുത് അല്ലേ. എന്തിനാ മുട്ട പപ്സ് ആദ്യം എടുത്തു പറഞ്ഞേ ബേക്കറിക്കാരൻ? മുട്ട പപ്സ് ബേക്കറിക്കാരൻ 100 എണ്ണാണ് രാവിലെ കൊണ്ടുവന്നത് 10:30. ഡിസ്ട്രിബ്യൂട്ടർ വന്നിട്ട്, മുട്ട പപ്സ് ഡിസ്ട്രിബ്യൂട്ടർ വന്നിട്ട് അയാൾക്ക് 100 മുട്ട പപ്സ് കൊടുത്തു. അയാൾക്ക് ഇനി വൈകുന്നേരം 9:30-10 മണി വരെ സമയമുണ്ട് ഈ മുട്ട പപ്സ്, ഈ ചൂട് മുട്ട പപ്സ് വിൽക്കാൻ. ഏത് രാവിലെ 10:30 വന്ന ചൂട് മുട്ട പപ്സ് ചൂടോടെ വിൽക്കാൻ രാത്രി 9:30-10 മണി വരെ സമയമുണ്ട്. അതും കഴിഞ്ഞാൽ മുട്ട പപ്സിന്റെ സ്വഭാവം മാറ്റും അല്ലേ. മുട്ട പപ്സിന്റെ രുചി മാറും, മുട്ട പപ്സിന്റെ മണം മാറും, മുട്ട പപ്സിന്റെ ഗുണം മാറും. അപ്പോ ബേക്കറിക്കാരന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് എത്രയും പെട്ടെന്ന് വിറ്റു തീർക്കുക എന്നുള്ളതാണ്. വിറ്റ് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ 90 മുട്ട പപ്സേ വിൽക്കാൻ പറ്റുള്ളൂ. 10 മുട്ട പപ്സ് ബാക്കി വന്നാൽ അന്ന് മുഴുവൻ മുട്ട പപ്സ് വിറ്റതിന്റെ ലാഭം ആ 10 മുട്ട പപ്സ് കൊണ്ടുപോകും. കച്ചവടം നഷ്ടത്തിലെത്തും. ശരിയാണോ? അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? അയാള് ആദ്യം സെൽഫ് ലൈഫ് കുറവുള്ള പ്രോഡക്റ്റുകൾ ആദ്യം പുഷ് ചെയ്തു. അല്ലാതെ അയാൾ ടൈഗർ ബിസ്ക്കറ്റ് വിൽക്കാനല്ല അവിടെ ഇരിക്കണേ. ഹലോ, കാര്യം മനസ്സിലായ? അയാള് ജിലേബി വിൽക്കാനല്ല ഇരിക്കണം. ജിലേബി നാളെ ഇരിക്കും. അയാൾക്ക് വേണ്ടത് ഇന്ന് വന്ന വട്ടയപ്പം വിറ്റ് പോകണം, അയാൾക്ക് വേണ്ടത് ഇന്ന് വേണ്ട മുട്ടപ്പപ്സ് വിറ്റ് പോകണം, അയാൾക്ക് ഇന്ന് വേണ്ട കട്ട്ലേറ്റ് വിറ്റ് പോകണം. കാരണം അയാൾ ചെയ്യുന്നത് കച്ചവടമാണ്. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ അയാൾ ഈ വക സാധനങ്ങളായിരിക്കും ആദ്യം പറയാം. നല്ല ചൂട്. ഹോട്ടലിൽ ചെന്ന് ആദ്യം പറയാ ഊണുണ്ട്, ബിരിയാണി ഉണ്ട്. അപ്പൊ നമ്മൾ പറയാ നാനുണ്ടോ, ബട്ടർ നാൻ. 20 മിനിറ്റ് എടുക്കും സാറേ. കാരണം എന്താ? ഊണ് ഞാൻ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് വിറ്റ് പോണം മോനെ, എന്നിട്ട് ചൈനീസ് പിന്നെ അടിക്കാൻ വെക്ക് എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ് കച്ചവട കണ്ണ്. വിൽക്കുന്നവന്റെ ബുദ്ധി ഇതാണ്. ഫിജി കാർട്ടിലോട്ട് വരാം. ഫിജി കാർട്ടിൽ എന്താ നമ്മൾ ശൈലജ ചേച്ചിയോട് പറഞ്ഞു? ശൈലജ ചേച്ചിനെ ഞാൻ വിട്ടിട്ടില്ല കേട്ടോ. ശൈലജ ചേച്ചി പോയോ? അയ്യോ, ശൈലജ ചേച്ചിയോട് നമ്മൾ എന്താ പറഞ്ഞേ? ശൈലജ ചേച്ചി ആദ്യം കസ്റ്റമർ ആവൂ. കസ്റ്റമർ ആവാൻ ശൈലജ ചേച്ചിക്ക് ഇതിനകത്തുനിന്ന് എന്ത് സാധനവും വാങ്ങാം. പക്ഷേ ശൈലജ ചേച്ചിക്ക് ഇതൊരു ബിസിനസ് ആയിട്ട് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ 100 പോയിന്റിന്റെ 100 സെയിൽസ് വോളിയത്തിന്റെ അടുത്ത പ്രശ്നം വന്നു. എന്താണ് പോയിന്റ്? കുറച്ച് സാധനം വാങ്ങിയാൽ പോരെ സാറേ? എന്താ ഈ പോയിന്റ്? പോയിന്റ് ആണോ ഇതിന്റെ ലാഭം? പോയിന്റാണ് ഇതിന്റെ ലാഭം. കാരണം എന്താ അറിയോ? അപ്പൊ എങ്ങനെയാ അത് പറഞ്ഞ് മനസ്സിലാക്കുക? 1 കിലോ പഞ്ചസാര വിറ്റാൽ ലാഭം 2 രൂപയാണ് എന്ന് കരുതുക. 2 രൂപ ഉണ്ടോ എന്നുള്ളതിൽ സംശയമുണ്ട്, ചെക്ക് ചെയ്യേണ്ടി വരും. ഒരു പലചരക്കുകൾ നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2 രൂപ ലാഭമുണ്ട് എന്ന് കരുതുക. ഇപ്പൊ പഞ്ചസാരക്ക് എന്താ വില? അതും എനിക്കറിയില്ല. കാരണം എന്താന്ന് വെച്ചാല് വൈഫാണ് ഈ വക കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണേ. നമ്മള് കാശ് കൊടുക്കുന്ന ആൾ മാത്രമാണ്. അപ്പോ ഇപ്പൊ പോട്ടെ, 65 റുപ്യാണെന്ന് കരുതുക. ഇതിപ്പോ പഴയ വിലയാണെങ്കിൽ അന്നാണ് ഈ കഥ നടക്കണേ, അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പൊ 65 രൂപയുടെ പഞ്ചസാര വിറ്റപ്പോ 2 രൂപയാണ് ലാഭമെങ്കിൽ, 65 രൂപ 6500 റുപ്യയുടെ പഞ്ചസാര വാങ്ങിയാൽ 65 കിലോ
അല്ല 100 കിലോ പഞ്ചസാര വാങ്ങിയിട്ടുണ്ടാവും നമ്മൾ അല്ലെ. 100 കിലോ പഞ്ചസാര വാങ്ങുമ്പോഴാണ് 6,500 രൂപയുടെ പഞ്ചസാര ആയത്. പക്ഷേ എത്ര രൂപ ലാഭം കിട്ടിയിട്ടുണ്ടാവും? 100 × 2 200 രൂപ ലാഭം കിട്ടിയിട്ടുള്ളൂ. ശരിയാണോ? 6,500 രൂപയുടെ പഞ്ചസാര നമ്മൾ വാങ്ങിയപ്പോ 200 രൂപ ലാഭം കിട്ടിയിട്ടുള്ളൂ. 6,500 രൂപയുടെ ടീഷർട്ട് വാങ്ങിയാൽ ചിലപ്പോ നമുക്ക് 500 രൂപ ലാഭം കിട്ടും. 5,670 രൂപയുടെ ബെഡ്ഷീറ്റ് വാങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് 25 പോയിന്റ് കിട്ടും. അപ്പൊ നമുക്ക് എത്ര ലാഭമുണ്ട്? 500 രൂപ ലാഭമുണ്ട്. എന്താ കാരണം? ലാഭത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാർജിൻ അനുസരിച്ച് പോയിന്റുകൾ നിർബന്ധമാക്കി. അപ്പോ 65 രൂപയുടെ പഞ്ചസാര വാങ്ങിയ വല്ല 0.001% ഒക്കെ ആയിരിക്കും SV കിട്ടുക. അപ്പൊ ലാഭമുള്ള പ്രോഡക്റ്റുകൾക്ക് പോയിന്റ് കൂടുതൽ കിട്ടും. ഇതാണ് ഈ SV എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ എത്ര രൂപയുടെ സാധനം വാങ്ങണം എന്നല്ല കമ്പനി പറയുന്നത്. ടേൺ ഓവർ നോക്കി ലാഭം കൊടുക്കാൻ കഴിയില്ല. ഇത് ടെക്നിക്കൽ ടേം ആണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കേ. ഒരു കമ്പനിയുടെ ടേൺ ഓവർ നോക്കിയിട്ട് ലാഭം നിശ്ചയിക്കാൻ പറ്റില്ല. മാർജിൻ നോക്കിയിട്ടേ ലാഭം നിശ്ചയിക്കാൻ പറ്റുള്ളൂ. ഒരു കമ്പനി 1 ലക്ഷം രൂപയുടെ കച്ചവടം എന്ന് നടത്തി, പക്ഷെ അതിന് മാർജിൻ ഇല്ലെങ്കിൽ എന്താ കാര്യം അല്ലെ? മാർജിനുള്ള സാധനങ്ങൾ ഒരു കമ്പനി വിറ്റാൽ അതാണ് ലാഭം. അപ്പൊ ലാഭം നോക്കിയിട്ടാണ് നമുക്ക് പ്രോഫിറ്റ്. നമ്മൾ പ്രോഫിറ്റ് അല്ലേ കൊടുക്കണേ? നമ്മൾ പ്രോഫിറ്റ് കൊടുക്കണമെങ്കിൽ പ്രോഫിറ്റ് ഉള്ള പ്രോഡക്റ്റുകൾ വിൽക്കണം. ഇതാണ് SV എന്ന് പറയുന്ന സാധനം. ക്ലിയർ? കാര്യം മനസ്സിലായോ? അപ്പൊ 100 SV പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനാണ് നമ്മുടെ ആ ചേച്ചിയുടെ പേരെന്തായിരുന്നു? ശൈലജ ചേച്ചിയോട് നമ്മൾ പറഞ്ഞത്. അപ്പൊ ശൈലജ ചേച്ചി ഒരൊറ്റ ചോദ്യമാണ്. ഈ ചോദ്യത്തിലാണ് പലരും തളർന്നു പോണത്. അതിന് എത്ര കാശ് വേണം സാറേ? എത്ര കാശ് വേണം സാറേ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങളുടെ ബജറ്റ് അനുസരിച്ചിട്ടാണ് സാറേ. നിങ്ങൾക്ക് 100 SV എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, ഡയലോഗുകൾ പോണ പോക്ക് കാണണേ. ഫിജിക്കാട്ടിൽ വിജയിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഡയലോഗുകളൊക്കെ പറയണം. ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നു, ഏറ്റവും ചെറിയ പൈസയ്ക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന സാധനങ്ങൾ വാങ്ങി നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആകൂ. നിങ്ങളിപ്പോ കസ്റ്റമർ ആയിട്ടല്ല ചിന്തിക്കേണ്ടത്, നിങ്ങളിപ്പോ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടാണ് ചിന്തിക്കേണ്ടത്. കാരണം ബേക്കറിക്കാരൻ ഇഷ്ടമുള്ള മുട്ട പപ്സ് അല്ല വിറ്റത്. ബേക്കറിക്കാരന് ലാഭമുള്ള മുട്ട പപ്സാ വിറ്റത്. ബേക്കറിക്കാരന് ഇഷ്ടം ടൈഗർ ബിസ്ക്കറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ടൈഗർ ബിസ്ക്കറ്റ് മാത്രം വിറ്റിരുന്നാൽ ബേക്കറി പൂട്ടും അല്ലെ? ലാഭമുള്ള സാധനം. അപ്പൊ ഇവിടെ ഒരു കച്ചവടത്തിനാ വിളിക്കണേ. ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടാ വിളിക്കണേ. അപ്പൊ എന്താ പ്രശ്നം എന്നറിയോ? ഈ ബിസിനസ് പ്ലാൻ ഒക്കെ പറയുന്നതിന് മുൻപ് ചെയ്യേണ്ട 2 മന്ത്രങ്ങളുണ്ട് ശൈലജ ചേച്ചി. ഒന്ന്, ആരോടാണ് ഞാനിത് പറയുന്നത്, എന്തിനാണ് ഞാനിത് പറയുന്നത് എന്ന കാര്യത്തിന് വ്യക്തമായ ധാരണ ഉണ്ടാവണം. ഇത് രണ്ടും ശരിയായാൽ 3ാമത്തെ ചോദ്യം വരും, എങ്ങനെയാണ് ഞാൻ പറയേണ്ടത്? ഒന്ന് പറഞ്ഞേ. ആരോടാണ് ഞാനിത് പറയേണ്ടത്, എന്തിനാണ് ഞാനിത് പറയേണ്ടത്, എങ്ങനെയാണ് ഞാനിത് പറയേണ്ടത്? അപ്പൊ ആദ്യത്തെ കാര്യം, ആരോടാണ് ഞാനിത് പറയേണ്ടത് എനിക്ക് ഒരു എക്സ്ട്രാ ഇൻകം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആരോടും നിങ്ങൾക്കിത് പറയാം. എനിക്കൊരു വരുമാന മാർഗം വേണം എന്ന് വിശ്വസിക്കുന്ന ആരോടും നിങ്ങൾക്കിത് പറയാം. എനിക്ക് എന്റേതായിട്ടൊരു സ്വന്തം കാലിൽ നിൽക്കണം, എനിക്ക് സ്വന്തമായിട്ടൊരു ഇൻകം വേണം സാറേ എന്ന് ചിന്തിക്കുന്ന ആരോടും നിങ്ങൾക്കിത് പറയാം. ജീവിതത്തിൽ ഫിനാൻഷ്യലി വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരോടും നിങ്ങൾക്കിത്. ശൈലജ മാഡത്തിന് ഓപ്ഷൻ കൊടുത്തു. ഇതാണ്, ശൈലജ മാഡത്തോട് കസ്റ്റമർ ആയിട്ട് വരാൻ പറഞ്ഞു, എന്നിട്ട് അതിനെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി മാഡം ഇത്ര SV സാധനം വാങ്ങണം എന്ന് പറഞ്ഞപ്പോ ആദ്യത്തെ ഉടക്ക് വന്നു. എന്താണ് ഉടക്ക്? അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല സാറേ. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന മാഡത്തിന്റെ അടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ആരോടാ ഇത് പറയണ്ടേ? പറയേണ്ട ആളുകൾക്ക് ഒരു വരുമാന മാർഗം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളോടാണ് നിങ്ങൾ ഈ ബിസിനസ് പറയേണ്ടത്.
എനിക്ക് ഈ ബിസിനസ് ഭംഗിയായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളോടാണ് എനിക്കിത് പറയേണ്ടത്. എനിക്കൊരു വരുമാനം ഉണ്ടാക്കി എന്റെ മക്കളുടെ എഡ്യൂക്കേഷന്, എന്റെ അച്ഛനെ അമ്മയ്ക്കും നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ, എന്റെ ഭാര്യയ്ക്ക് നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, എന്റെ കുടുംബത്തെ നോക്കാൻ, എനിക്ക് പണത്തിന്റെ പ്രശ്നത്തിന്റെ പേരിൽ വേറൊരുത്തിന്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കാതിരിക്കാൻ എനിക്കൊരു വരുമാന മാർഗം വേണം എന്ന് ആഗ്രഹിക്കുന്നവന്റെ അടുത്തോട്ട് പോ. പക്ഷെ പലരും പോകുന്നത് എന്താ അറിയോ? ഇതൊന്ന് വാങ്ങോ, എനിക്കൊന്ന് മലേഷ്യ പോവാനാ. ഇതൊന്ന് വാങ്ങോ, എനിക്കൊന്ന് തായ്ലൻഡിൽ പോവാനാ. ഇതൊന്ന് വാങ്ങോ, എനിക്ക് ഓഫർ അടിക്കാനാ. ഇതൊന്ന് വാങ്ങോ, ഞാൻ രക്ഷപ്പെടാനാ. ആരാടോ നിങ്ങളെ സഹായിക്കാൻ പോണേ? അപ്പൊ ഈ മൊത്തം പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോസ്പെക്ടിങ്. പ്രോസ്പെക്ടിങ് എന്ന് വെച്ചാൽ നമ്മൾ ആരോടാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ വീട്ടിൽ ഒരു കൊച്ചിന്റെ കല്യാണത്തിന് പോലും വിളിക്കേണ്ട ആളുകൾക്ക് നമ്മൾ ലിസ്റ്റ് ഇടാറുണ്ടേ. കണ്ണി കണ്ടവരെ മുഴുവൻ വിളിക്കുവോ? നമ്മളിങ്ങനെ ഒരു വീട്ടില് മോളുടെ കല്യാണമായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയാം എന്താ, ആരൊക്കെ ക്ഷണിക്കണം? അപ്പൊ കാരണന്മാര് പറയും, അതെ 500 ആളുടെ പരിപാടി കേട്ടോ, അത് മതി, അതിനുള്ള ബഡ്ജറ്റേ ഉള്ളൂ. അപ്പൊ 500 ആളുടെ പരിപാടിക്ക് എന്ത് ഫുഡ് കൊടുക്കാം? അപ്പൊ ഒരാൾ പറയും 250 റുപ്യ ഒരാൾക്ക് ഫുഡിന് ചെലവാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ 500 × 250 എത്ര ഉള്ളൂ ഇന്ത്യയിലെ കാശ്? വേറെ ആൾക്കാരെ ക്ഷണിച്ചിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അപ്പൊ നമ്മൾ ലിസ്റ്റ് ഇടും. നമ്മൾ പറയും കെട്ടിച്ചു വിട്ട മക്കളുടെ വീട്ടിൽ ക്ഷണിക്കേണ്ട കാര്യമില്ല, അല്ലേ? ഇങ്ങനെയൊക്കെ ചില നിയമങ്ങൾ വെച്ചിട്ടല്ലേ നമ്മള് കാര്യങ്ങൾ ചെയ്യാറ്. അപ്പൊ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഈ ബിസിനസ് ആരോടൊക്കെയാ പറയേണ്ടതെന്നുള്ളതിന് എന്തൊക്കെ ചിന്തിക്കണം. ഒരു പണിക്കും പോണ്ട് വീട്ടിൽ കുത്തിയിരിക്കുന്ന ഒരാളുടെ അടുത്ത് എന്നിട്ടാണോ ഈ ബിസിനസ് പറയണ്ടേ? അല്ല, അല്ല. ഫീൽഡിൽ ഇറങ്ങി കളിക്കാൻ പറ്റണം. കാരണം എന്താ? നമ്മൾ എന്താ ഇവിടെ ക്രിയേറ്റ് ചെയ്യണേ? നമ്മൾ നേരത്തെ പഠിച്ചു എന്താ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണേ? ഒരു കമ്പനിയുടെ പ്രോഡക്റ്റുകളെയോ സർവീസുകളെയോ ശമ്പളമില്ലാതെ കമ്മീഷൻ വ്യവസ്ഥയിൽ വിറ്റ് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടം ആളുകൾ കൂടിച്ചേരുന്നു. ഇതാണോ ഡയറക്ട് സെല്ലിങ്? അപ്പൊ നമുക്ക് ആരെയാ വേണ്ടത്? ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയാ വേണ്ടേ. അതിന് നമ്മൾ എന്ത് ചെയ്തു? കമ്പനി നിങ്ങൾക്ക് ഒരു ഓഫർ തരുന്നു. നിങ്ങൾ 100 FD പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കമ്പനിയുടെ ഫുൾ ഫ്ലഡ്ജഡ് അഫിലിയേറ്റ് ആയിട്ട് നിങ്ങൾ മാറി. പക്ഷേ ചില ആളുകൾക്ക് ചിലപ്പോ അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതിരിക്കാം. അപ്പോഴാണ് കമ്പനി ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങിയത്. കമ്പനി പറഞ്ഞു, മിനിമം 25 FV എങ്കിലും വാങ്ങിയാൽ നിങ്ങൾക്ക് ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആവാം. എന്നിട്ട് സൗകര്യം പോലെ മന്ത്ലിയോ വീക്കിലിയോ ഒക്കെ ചെറിയ ചെറിയ പർച്ചേസുകളിലൂടെ കയറ്റി 100 FV ആക്കിയാലും മതി. ഞാൻ നമ്മുടെ കമ്പനിയിൽ തന്നെയുള്ള ഒരു ഗംഭീര ലീഡർ, അയാളുടെ സ്ട്രാറ്റജി ഇതാ. അയാൾ 25 FVക്ക് സെയിൽ എടുക്കും, അല്ലെങ്കിൽ 50 FVക്ക് സെയിൽ എടുക്കും. അയാൾക്ക് ഏറ്റവും ഇഷ്ടം 50 FVക്ക് സെയിൽ എടുക്കാനാണ്. എന്നിട്ട് അയാൾ പറയും, അടുത്ത 5 പർച്ചേസിലൂടെ EMI ഒക്കെ എടുക്കുന്ന പോലെ 5 പ്രാവശ്യം പർച്ചേസ് ചെയ്ത് നിങ്ങൾ അതിനെ 100 ആക്കൂ. ഇനി 100 FV വാങ്ങാൻ ശേഷിയുള്ളവരാണെങ്കിൽ അത് എടുത്തോട്ടെ എന്ന്, നോ പ്രോബ്ലം. 100 FV ആണ് കമ്പനിയുടെ ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള പ്ലാന്. പക്ഷേ അതിന് സാമ്പത്തികമില്ല എന്നുള്ള പേരിൽ അവനെ ഒഴിവാക്കേണ്ട കാര്യമില്ല. അവനൊരു അവസരം കൊടുക്കൂ. അവന് ഒരു 50 FVക്ക് വാങ്ങാനുള്ള ശേഷി അവനുണ്ടെങ്കിൽ. അപ്പോ വീണ്ടും അടുത്ത പ്രശ്നം വരും, ഇതിനൊക്കെ എത്ര കാശ് വരും സാറേ? നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഇതിന്റെ കാര്യങ്ങൾ. അപ്പൊ എനിക്ക് ഹോസ്റ്റ് ഒരു സപ്പോർട്ട് തരണം. നമ്മൾ ഒരു ക്വിക്ക് സെലക്ട് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ കൊണ്ടുവരികയാണ്. നമ്മുടെ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന പ്രോഡക്റ്റുകൾ, ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് സ്വീകരിക്കുന്ന പ്രോഡക്റ്റുകൾ വെച്ചുകൊണ്ട് ക്വിക്ക് സെലക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്ററുകൾ നിങ്ങൾക്ക് ഇനി കിട്ടി തുടങ്ങും. നമുക്ക് ഈ തൊട്ടടുത്ത എനിക്ക് തോന്നുന്നു അത് സൈറ്റിൽ തന്നെ പ്രത്യക്ഷപ്പെടും. എനിക്ക് അറിയാൻ കഴിഞ്ഞത് വിത്തിൻ 1 വീക്കിന്റെ ഉള്ളിൽ അത് നമുക്ക് സൈറ്റ് തുറക്കുമ്പോൾ തന്നെ ഫ്രണ്ട് പേജിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. കാരണം എന്താ അറിയോ, പല ആളുകൾക്കും ഇത് എന്താ സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇത് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുകയാണ്. ആറ്റം തൊട്ട് ഈ അറ്റം വരെ പോകും. എന്നിട്ട് ചോദിക്കും, ചെരുപ്പുണ്ട് ഇതിൽ വെള്ളം കുപ്പിയുണ്ട് അതിൽ, മൊബൈലുണ്ട് അതിൽ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ ആക്കി നിൽക്കുക. അപ്പൊ അതിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കമ്പനിയിൽ നമ്മൾ കഴിഞ്ഞ മീറ്റിങ്ങുകളിലൊക്കെ എടുത്ത ഒരു ഡിസിഷനാണ് ക്വിക്ക് സെലക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ. അതിന് വേണ്ടിയിട്ട് ഞാനും പ്രശോഭ് സാറും നമ്മുടെ കസ്റ്റമർ കെയറിലെ കൃഷ്ണകുമാർ സാറും ഒക്കെ കൂടി ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇരുന്ന് കുത്തി പണിയെടുത്തപ്പോ 6000 രൂപ പോലും വേണ്ട ഫിജികാർട്ടിൽ കയറി പ്രവർത്തിക്കാൻ, അല്ലെ? 6000 രൂപ പോലും വേണ്ട ഫിജികാർട്ടിൽ നമുക്കൊരു ID അടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ 25 FV കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, കമ്പനിയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ആ പോസ്റ്റർ ഒന്ന് പെട്ടെന്ന് സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് അവൈലബിൾ ആവും. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോ
ഞാൻ ഇതിന്റെ ഈ പാക്കേജ് കണ്ടപ്പോ എനിക്ക് തോന്നി എന്താ അറിയോ, എടോ 500 രൂപയുടെ 6 നോട്ട് ഉണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. എങ്ങനെ 500 രൂപയുടെ 6 നോട്ട് ഉണ്ടെങ്കിൽ ഫിജിക്കാർഡ് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു കമ്പനിയുടെ സ്റ്റോക്കുകൾ, ലോജിസ്റ്റിക്സ്, ഓഫീസ്, സ്റ്റാഫുകൾ, സെർവർ, ഇ-കൊമേഴ്സ് സൈറ്റ്, ഇതെല്ലാം നമുക്ക് നമ്മുടെ കമ്പനി പോലെ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ കോസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞേ? ഏറ്റവും മിനിമം 6000-ൽ താഴെ. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്നത്, എന്റെ സാറേ എന്റെ 6000 രൂപ പോലും ഇല്ല, ഞാൻ എന്ത് ചെയ്യും? 6 പേരുടെ കയ്യിൽ നിന്ന് 500 രൂപ കടം വാങ്ങുമായി. നിങ്ങൾ പണിയെടുക്കാനുള്ള മനസ്സുള്ള ഒരാളാണെങ്കിൽ 6 പേരുടെ കയ്യിൽ നിന്ന് 500 രൂപ കൈവായ്പ വാങ്ങിയിട്ട് ഒരു 6 മാസം സമയം ചോദിക്കുക, എന്നിട്ട് ഇതിൽ പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് ആ 6 പേർക്കും ആ പൈസ തിരിച്ചു കൊടുക്കടോ. 0 ഇൻവെസ്റ്റ്മെന്റില് ഫിജിക്കാർട്ട് ചെയ്യാം. 0 ഇൻവെസ്റ്റ്മെന്റില് നിങ്ങൾ 6 ലക്ഷം 6 കോടി ഒന്നും കടം ചോദിക്കണ്ട. 6 നല്ല സുഹൃത്തുക്കളുടെ അടുത്ത് ചെല്ലുക, 500 രൂപ കടമ. ഞാൻ ഈ 6000 രൂപ പോലും ഇല്ലാത്തവന്റെ കഥ കേട്ടോ പറയുന്നത്. 6000 രൂപ പോലും എടുക്കാനില്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ പേരിൽ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യാതിരിക്കണ്ട. 6000 രൂപ നിങ്ങൾക്ക് 6 പേരിൽ നിന്ന് 1000 രൂപ വെച്ചിട്ടോ 500 രൂപ വെച്ചിട്ടോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അല്ല 500ന്റെ 6 നോട്ട് കിട്ടിയാൽ പോരാട്ടോ, 12 നോട്ട് കിട്ടണം അല്ലേ? എന്റെ കണക്ക് തെറ്റിയിട്ട് 500ന്റെ 12 നോട്ട് കിട്ടണേ, അപ്പോഴേ 6000 രൂപ ആവുള്ളൂ കേട്ടോ. ഞാൻ മറ്റേ 2000ന്റെ നോട്ട്, പഴയ സിലബസ്, സോറി 6 ആളുകളിൽ നിന്ന് 1000 രൂപ വെച്ച് വാങ്ങിയാൽ ഈ പറഞ്ഞ സംഭവം സെറ്റായി. അപ്പോ കാര്യത്തിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ ഒരു പർച്ചേസ് നടത്തുന്നതോടുകൂടി നിങ്ങൾക്ക് എന്തുണ്ടാവും? നിങ്ങൾക്ക് അങ്ങനെ ഒരു പർച്ചേസ് നടത്തണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടത്താൻ കഴിയില്ല. അതാണ് ഈ കമ്പനിയുടെ അടുത്ത പ്രത്യേകത. നിങ്ങളെ ഈ കമ്പനിയിലേക്ക് ആരെങ്കിലും സ്പോൺസർ ചെയ്യണം. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത ബാങ്ക് അക്കൗണ്ടിൽ ബാങ്ക് തുറക്കണമെങ്കിൽ അവർ പറയില്ലേ, ഇവിടെ അക്കൗണ്ടുള്ള ആരെങ്കിലും ഒന്ന് പറയണം കേട്ടോ, നിങ്ങൾ കള്ളനല്ല, നിങ്ങൾ തീവ്രവാദി അല്ല എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് സിമ്പിൾ അല്ലേ? ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ അവിടെ അക്കൗണ്ടുള്ളവരോടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ? ഇപ്പൊ ഈ ന്യൂജൻ ബാങ്കിലൊന്നും വേണ്ടാന്ന് തോന്നുന്നു. അപ്പോ അതേപോലെ തന്നെ ഇവിടെ നമ്മളെ ഒരാള് സ്പോൺസർ ചെയ്യണം. ഇതാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് അപ്ലൈൻ എന്ന് പറയുന്ന ആള്. അയാളാണ് നമ്മുടെ ശരിക്കുള്ള സ്പോൺസർ, എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ആൾ. ക്ലിയർ? അയാള് നിങ്ങൾക്ക് ഒരു ഐഡിയ അടിച്ചു തരും. ഞാൻ അതിനെ സ്നേഹത്തോടെ വിളിക്കുന്നത് ട്രാക്കിംഗ് സെന്റർ എന്നാണ്. എന്റെ ബിസിനസിന്റെ ട്രാക്കിംഗ് സെന്റർ എന്നാണ്. പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. സ്റ്റോർ എന്ന പേരിൽ അറിയപ്പെടുന്ന ടീമുകളുണ്ട്. സ്റ്റോർ എന്നാണ് ചിലർ വിളിക്കുക. ഒരു സ്റ്റോർ അടിച്ചു കൊടുക്കുക എന്ന് പറയും. ചിലര് പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറയും. ഞാൻ ഇതിനെ കാണുന്നത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഇത് ട്രാക്കിംഗ് സെന്റർ, എന്റെ ബിസിനസിനെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു സെന്റർ. ഈ ട്രാക്കിംഗ് സെന്റർ കിട്ടാൻ വേണ്ടി 3 ഓപ്ഷനാണ് നമ്മുടെ മുന്നിലുള്ളത്. ഓപ്ഷൻ നമ്പർ 1, 25 SV മുതൽ 49 SV വരെ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾ ഇതിലെ ആദ്യത്തെ ഓപ്ഷനിൽ പെടും. 3 ഓപ്ഷൻ. ഓപ്ഷൻ നമ്പർ 1, 25 SV തൊട്ട് 49 SV വരെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് 49.99 കേട്ടോ, 50 SVക്ക് തൊട്ട് താഴെ വരെ എത്തിയാൽ നിങ്ങൾ ആരായി മാറി? നിങ്ങൾ 25 SV കാറ്റഗറിയിലാണ് നിങ്ങൾ പെടും. 50 SV തൊട്ട് 99.99 SV വരെ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷനിൽ വന്നുപെടും. 3ാമത്തെ ഓപ്ഷൻ 100 SV ചെയ്ത് വരുന്ന ആളാണ്. 99 SV വാങ്ങിയിട്ട് സാറേ 1 SV കുറവല്ലേ ഉള്ളൂ, എനിക്ക് 100 SV ഓപ്ഷൻ തായോ എന്ന് പറഞ്ഞാൽ നടക്കില്ല. നമ്മൾ ഈ കാറ് വാങ്ങാൻ പോകുമ്പോ പറയില്ലേ, ബേസ് മോഡല്, മിഡ് മോഡല്, ഹൈ എൻഡ് അല്ലെങ്കിൽ ഫുൾ ഓപ്ഷൻ അല്ലെ? ബേസ് മോഡൽ അതിലെന്താ ഉണ്ടാവുക? അതിൽ ചിലപ്പോ ചില്ല് ഇങ്ങനെ കയറ്റണ ചില്ലായിരിക്കും, മറ്റേ സ്വിച്ച് ഉണ്ടാവില്ല. മിഡിലേക്ക് ചെല്ലുമ്പോ സ്വിച്ച് ഉണ്ടാവും, ചില്ല് കയറും, പക്ഷേ വേറെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവില്ല. ചിലപ്പോൾ എയർ ബാഗിന്റെ എണ്ണം കുറഞ്ഞുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കുറവായിരിക്കും. ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ എല്ലാ പരിപാടികളും ഉണ്ടാവും. ഇതേപോലെ തന്നെ 25 SV വരുന്ന ആളുകൾക്ക് എന്തുണ്ടാവും? 1 ലക്ഷം SV മാച്ച് ചെയ്യുന്നത് വരെയേ പെർഫോമൻസ് ബോണസ് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പെർഫോമൻസ് ബോണസ് കട്ടായി പോകും. രണ്ടാമത്തെ ഓപ്ഷനിൽ വരുന്ന ആളുകൾ 50 SV എടുത്ത് വരുന്ന ആളുകൾക്ക് 2 ലക്ഷം SV വരെ പെർഫോമൻസ് ബോണസ് കിട്ടും. അത് കഴിഞ്ഞാൽ അത് കട്ടായി പോകും. പക്ഷെ 100 SV വരുന്ന ആളുകൾക്ക് ലൈഫ് ലോങ് പെർഫോമൻസ് ബോണസ് വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോ എന്റെ റിക്വസ്റ്റ് ഇതാണ്, എന്തായാലും നമ്മൾ നനഞ്ഞിറങ്ങി ഈ ബിസിനസ് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ 100 SV എടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഫുൾ ഓപ്ഷൻ ആക്കാം. പക്ഷെ ഈ കാർ കമ്പനിക്കാർ പറയണ പോലെ തന്നെ ബേസ് മോഡൽ വാങ്ങിയിട്ട്
കിങ് റൈഡർ ജോൺസണോടാട്ടോ ഞാൻ ചോദിക്കണേ. കിങ് റൈഡർ ജോൺസൺ, ബ്ലാക്ക് ഷർട്ട് ഒക്കെ ഇട്ടിരിക്കുന്നത് ജോൺസാ. ബേസ് മോഡൽ വാങ്ങിയിട്ട് ഞാനൊരു 2 ആഴ്ച ടൂറൊക്കെ പോയി 2 ആഴ്ച ഒന്ന് ഓടിച്ച് വണ്ടിയൊക്കെ ഓടിച്ച് തിരിച്ചു വന്ന് അതിൽ ചെന്നിട്ട് പറയാം, അല്ല ചങ്ങായി ഇത് എനിക്ക് വേണ്ട, ഇതൊന്ന് ഫുൾ ഓപ്ഷൻ ആക്കി തരുമോ എന്ന് പറഞ്ഞാൽ പറ്റുമോ? ആ ആ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയാൽ പിന്നെ അത് മാറ്റാൻ പറ്റൂല അല്ലെ? അല്ലെങ്കിൽ ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റൂല. ഇതേപോലെ തന്നെയാണ് നമ്മൾ 25 SV രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ 100 SV ടോപ്പ് അപ്പ് ചെയ്യാമെന്നേ പറ്റുള്ളൂ. പക്ഷെ 100 SV ഓപ്ഷനിലേക്ക് മാറ്റാൻ കഴിയില്ല. പക്ഷെ 100 SV നമുക്ക് ആക്കേണ്ടതുണ്ട് 2000 SV ആവുന്നതിന് മുൻപ്. കാരണം എന്താ, 2000 SV ആകുമ്പോൾ 2000 SV ലെഫ്റ്റും റൈറ്റും ആകുന്ന സമയത്ത് 100 SV ആയാൽ മാത്രമേ നമുക്ക് പെർഫോമൻസ് ബോണസ് കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും 2000-ന് മുമ്പ് നമ്മൾ 100 SV വാങ്ങണം. ജനറേഷൻ ബോണസ് കിട്ടണമെങ്കിൽ നിങ്ങൾ 100 SV ആയേ പറ്റുള്ളൂ. അപ്പോ 100 SV വാങ്ങുന്നതാണ് നല്ലത്. 100% ഞാൻ യോജിക്കുന്നു. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, 100 SV എടുക്കാനുള്ള കാശ ചങ്ങയുടെ ഇല്ല. പക്ഷെ ആളിങ്ങനെ ജില്ലായിട്ട് നിൽക്കുകയാണ്, എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കണ നേരത്ത് ഈ 100 SV ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാ അതിനേക്കാളാണ്? അവന് പറ്റണ SV എടുത്തിട്ട് കയറട്ടെ. പക്ഷെ മിനിമം 25 ആയിരിക്കണം, 100-ന്റെ ഉള്ളിലായിരിക്കണം. 49-ന്റെയും 50-ന്റെയും 99-ന്റെ ഇടയിലാണെങ്കിൽ മിഡ് ഓപ്ഷൻ കിട്ടും അല്ലെ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ബിസിനസ്. അപ്പോ ഇവിടെ ചില ചോദ്യങ്ങളുടെ ഒക്കെ ചുരുളഴിയാൻ തുടങ്ങി. ആരുടെ അടുത്ത് പോയിട്ടാ ഞാൻ ഈ ബിസിനസ് പറയണ്ടേ? 25 SVക്കോ അതിന് മുകളിലേക്കോ പർച്ചേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരുത്തന്റെ അടുത്തേക്കായിരിക്കണം നമ്മൾ പോകേണ്ടത്. അല്ലെങ്കിൽ അതിനുള്ള പണം അറേഞ്ച് ചെയ്യാൻ കഴിവുള്ള ഒരാളുടെ അടുത്തോട്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. സെലക്ഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. സെലക്ഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നവനായിരിക്കണം ഈ പറയുന്ന വ്യക്തി. അവൻ ആവശ്യക്കാരനാവണം. അവന് ഒരു എക്സ്ട്രാ ഇൻകം വേണമെന്നുള്ള വാശിയുള്ളവനായിരിക്കണം. ഇത്രയും ക്വാളിറ്റികൾ ഉണ്ടെങ്കിൽ ആടോ ഈ പറയണ വേ ടു സക്സസ് ഒക്കെ നടക്കുള്ളൂ. അല്ലെങ്കിൽ ആ വേയിൽ നിങ്ങൾ മാത്രമായിട്ട് മാറും അല്ലെ? നമ്മളെക്കാൾ കഴിവുള്ള ആളുകൾ വന്നാൽ സൂപ്പറായി. പക്ഷെ പലർക്കും ഉള്ള പ്രശ്നം എന്താ അറിയോ? നീ എന്റെ ഡൗൺലൈൻ അല്ലടാ, നീ എങ്ങനെയാ എന്റെ മുകളിലോട്ട് വരണേ എന്നൊക്കെ ചോദിച്ച് ഈ കുടിയാനും അടിയാനും അല്ലെ, മറ്റേ സവർണനും അവർണനും ഈ കളി കളിച്ചു കഴിഞ്ഞാൽ പണി നൈസായിട്ട് പാളും. എന്നെക്കാൾ കഴിവുള്ള ആളുകൾ എന്റെ ടീമിൽ വരണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ പിന്നെ അവന്റെ പിന്നാലെ നടക്കണ്ടല്ലോ, അവൻ സംസാരിച്ച് തോന്നൂലേ അല്ലേ? അതല്ലേ ബുദ്ധി. എന്നേക്കാൾ മിടുക്കന്മാരായിട്ടും മിടുക്കികളായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. പക്ഷെ ഒരു ഡോമിനേഷന്റെ ഭാഗമായിട്ട് ഇതിനൊന്നും ഈ പറഞ്ഞ ക്രൈറ്റീരിയയിൽ ഒന്നും പെടാത്ത ഒരാളെ പിടിച്ചോളിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൻ എന്നും നിങ്ങൾക്കൊരു തലവേദനയായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ സൃഷ്ടിക്കുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ അല്ല. ഇവിടെ നമ്മൾ സൃഷ്ടിക്കുന്നത് ഒരു റിലേറ്റീവ്സിന്റെ ഗ്രൂപ്പ് അല്ല. ഇവിടെ നമ്മൾ സൃഷ്ടിക്കുന്നത് ഒരു പഞ്ചായത്ത് ഉണ്ടാക്കുകയല്ല. നമ്മളിവിടെ സൃഷ്ടിക്കുന്നത് ഒരു സെയിൽസ് ഗ്രൂപ്പാണ്. ആ സെയിൽസ് ഗ്രൂപ്പിനെ കൃത്യമായി മോണിറ്റർ ചെയ്ത് വൃത്തിയായിട്ട് ഈ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പാലിച്ച് കൃത്യമായ രീതിയിൽ അവരോട് സമ്മതിച്ചുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ ട്രെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. കാര്യം മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള ഒരാളെ കൊണ്ടുവന്നാൽ അയാളുടെ അടുത്ത് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ? അവനെ കൃത്യമായിട്ട് ഇൻവൈറ്റ് ചെയ്യണം അല്ലെ? നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് പ്രോപ്പറായിട്ട് ഇൻവൈറ്റ് ചെയ്യണം. ഇൻവൈറ്റ് ചെയ്ത് അവൻ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിച്ചു കൊടുത്ത് അവനെ പഠിപ്പിച്ചു കൊടുത്ത് അവൻ ഈ പ്ലാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പ്ലാൻ പ്രസന്റേഷനിലേക്ക് എത്തണേ. ഈ സെല്ലിംഗ് എന്താണ്, ബൈയിങ് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗം എന്തായിരുന്നു? ആദ്യത്തെ പർച്ചേസ്. ഞാൻ പറഞ്ഞു 3 ടൈപ്പ് പർച്ചേസ് ആണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു. അതിലെ ഓരോ പർച്ചേസുകൾ നമുക്ക് എടുത്തു നോക്കാം. ആദ്യത്തെ പർച്ചേസ് എന്താ? ജോയിനിങ് കിറ്റിന് വേണ്ടി നമുക്ക് ആദ്യത്തെ പർച്ചേസിലേക്ക് പോവാം. രണ്ടാമത്തെ കാര്യം ഈ ടോപ്പ് അപ്പ് അല്ലെ, 25-ൽ നിന്ന് 100-ലേക്ക് എത്തുന്നത് രണ്ടാമത്തെ പർച്ചേസ്. അതിനുശേഷമുള്ള കാര്യങ്ങൾ മൂന്നാമത്തെ പർച്ചേസ്. ക്ലിയർ? സമയം 9:30 എനിക്ക് തലയ്ക്ക് സുഖമില്ലാത്ത ആളാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്കിങ്ങനെ കുറെ സംസാരിക്കും. പക്ഷെ നമുക്കിനി GM സാറിനൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പോ ഞാൻ ഒന്ന് ഷോർട്ട് ആക്കുന്നു. ഒരു 3 മിനിറ്റ്സിന്റെ ഉള്ളിൽ ഞാൻ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഇതിന്റെ പാർട്ട് 2 വെക്കാടോ. മഴയില്ലാത്തൊരു ദിവസം നോക്കി വെക്കാന്ന് പറഞ്ഞു. ഇടിയൊന്നും വെട്ടാത്ത ദിവസം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ, ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ക്ലീൻ സെയിൽസ് ടീമിനെയാണ്.
ആ ബോധ്യത്തോട് കൂടിയിട്ട് വേണം ഫിജിക്കാർട്ടിൽ നമ്മൾ ജോലി ചെയ്യാനായിട്ട്, അല്ലെ? ആ ഒരു ബോധ്യത്തോട് കൂടിയിട്ടായിരിക്കണം ഫിജിക്കാർട്ടിൽ നമ്മൾ ജോലി ചെയ്യാനായിട്ട്. അപ്പോ നമ്മൾ വിളിക്കുന്ന ആളുകൾ, നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ക്വിക്ക് സെലക്ട് മറക്കരുത് എന്ന ഒരു റിക്വസ്റ്റും കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. 6000 താഴെയുള്ള എമൗണ്ട് കൊണ്ട് നിങ്ങൾ പ്രോഡക്റ്റുകളെ പറ്റിയിട്ട് വറീഡ് ആവല്ലേ. നിങ്ങൾ ആദ്യം ഈ സിസ്റ്റത്തെ നിങ്ങളൊന്ന് സ്നേഹിക്കുക. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് തരാൻ പോവാണേ. എന്റെ കൂടെ പണിയെടുത്താൽ നിങ്ങൾക്ക് ദേഷ്യം വരും കേട്ടോ. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ടാർഗറ്റ് ഒക്കെ തരും. ടാർഗറ്റ് ഇതാണ്: ഈ മാസം നമ്മൾ ഇപ്പൊ അവിടെ പോസ്റ്ററുകൾ റെഡി ആക്കിയിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് കമ്പനി നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്യും. പ്ലസ് നമ്മുടെ സൈറ്റിൽ വിസിബിൾ ആവും. ഈ മാസം 10 പാക്കേജ് നിങ്ങൾ വിൽക്കണം. വേ ടു സക്സസിന്റെ ആദ്യത്തെ ആക്ടിവിറ്റിയാണ് ഇന്ന് നമ്മൾ എടുക്കുന്ന ആദ്യത്തെ ആക്ടിവിറ്റിയാണ്. നമ്മുടെ പണി ഇത്രയേ ഉള്ളൂ. ഈ മാസം മെയ് ഇന്ന് എന്താ 6-ാം തീയതി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെയ് മാസത്തിൽ 24 ദിവസം ബാക്കിയുണ്ട്. ഈ 24 ദിവസം കൊണ്ട് നിങ്ങൾ ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ: നിങ്ങൾ വിൽക്കുക. 10 പാക്കറ്റ് മീൻസ് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ക്വിക്ക് സെലക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോംബോ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ക്വിക്ക് സെലക്ട് എന്നൊരു കോംബോ ഉണ്ടാവില്ല, കോംബോ വിൽക്കാൻ പറ്റില്ല. ക്വിക്ക് സെലക്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി അത് ഏതൊക്കെയാണെന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഓരോന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ സെലക്ട് ചെയ്യണം. ഇങ്ങനെ സെലക്ട് ചെയ്ത് നിങ്ങൾ ഒരു 10 കസ്റ്റമറെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കി മാറ്റി ഈ മാസം നിങ്ങൾ നിങ്ങളുടെ കരുത്ത് തെളിയിക്കണം. ഇതാണ് എന്റെ റിക്വസ്റ്റ്. 10 സെയിൽ. നിങ്ങൾ റാങ്ക് നോക്കണ്ട, പെർഫോമൻസ്. അയ്യോ, തിരുത്തണ്ടേ പുതിയ ആളുകളാണ്. പുതിയ ആളുകളോടാണ് ഞാനിത് പറയണേ കേട്ടോ. ഇതിലിരിക്കുന്ന വലിയ ലീഡർമാര് ഇപ്പൊ തന്നെ ഞാൻ 25 ചെയ്യുന്നുണ്ട്, ഞാൻ ഇന്ന് ഈ മാസം 10 ചെയ്താൽ മതി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൽ പുതിയ ആളുകളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ: 10 വ്യക്തികളെ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. ആമിനത്താത്ത ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ആമിനത്താത്തനെ ഇപ്പൊ കാണും. എന്റെ പൊന്നെ, എത്ര കാലമായി ആമിനത്താത്തനെ കണ്ടിട്ട്. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആമിനത്താത്തനെ വിളിക്കണം കേട്ടോ. ആമിനത്താത്ത കുറെ കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട്. അപ്പൊ ഇത്രയുള്ള സംഭവം. 10 പ്രോഡക്റ്റ്, 10 പ്രോഡക്റ്റുകൾ, 10 ക്വിക്ക് സെലക്റ്റുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഇതാണ്. കാരണം എന്താ അറിയോ? ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ കരുത്ത് എന്ന് പറയുന്നത് ലിവറേജും ഡ്യൂപ്ലിക്കേഷനുമാണ്. ഈ 10 വ്യക്തികൾ ഇത് തന്നെ ചെയ്യട്ടെ. അടുത്ത മാസം കളി മാറണത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കൊണ്ടുവരുന്ന 10 പേരെ നിങ്ങൾ ട്രെയിൻ ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഇതേ കോൺസെപ്റ്റ്, ഇതേ കാര്യം, ഞാൻ എന്താണോ നിങ്ങളോട് പറഞ്ഞത്, ഏതോ രാജ തതോ പ്രജ എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ അപ്ലൈൻ ആയിട്ടുള്ള ഞാൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡൗൺലൈൻസിനോട് പറയൂ. 10 പേരെ കൊണ്ടുവരാൻ പറയൂ. അപ്പൊ എന്താ നടക്കാന്നറിയോ? റംലത്താത്ത, നമ്മുടെ ടീമില് 10 പേരെ കൊണ്ടുവന്ന അടുത്ത ലെയറിൽ 100 കച്ചവടം നടക്കും. അപ്പൊ ആ 100 പേരും അതിന്റെ മുകളിലുള്ള 10 പേരും അതിന്റെ മുകളിലുള്ള നിങ്ങളും കൂടി ചേർന്നാൽ 111 പേരുടെ ടീമാവും. പക്ഷെ അതിന് പകരം അൺഫോർച്ചുനേറ്റ്ലി ഇതിലുള്ള പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ അറിയോ? നാൻസീനെ കിട്ടി, നാൻസിയുടെ സെയിൽ അടിച്ചു, നാൻസീനെ കളഞ്ഞു. ലീനേനെ കിട്ടി, ലീനയുടെ സെയിൽ എടുത്തു, ലീനേനെ അവിടെ ഇട്ടു. മുജീബിനെ കിട്ടി, മുജീബിന്റെ സെയിൽ എടുത്തു, മുജീബിനെ അവിടെ കളഞ്ഞു. കിഷോറിനെ കിട്ടി, കിഷോറിന്റെ സെയിൽ എടുത്തു, കിഷോറിനെ അവിടെ ഇട്ടു. പിന്നെ കിഷോറിന്റെ അടുത്തേക്ക് പോയിട്ടില്ല, നാൻസിയുടെ അടുത്തേക്ക് പോയിട്ടില്ല, ലീനയുടെ അടുത്തേക്ക് പോയിട്ടില്ല, എവിടെയും പോയിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് ചെയ്തില്ല, നിങ്ങൾ ട്രഡീഷണൽ ബിസിനസ് ചെയ്തു, ട്രഡീഷണൽ സെയിൽസ് ചെയ്തു. നമുക്ക് വേണ്ടത് എന്താ? ആ ലീനയും കിഷോറും നാൻസിയും പ്രവീണും പ്രശോഭും എല്ലാവരും ഒരുമിച്ച് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയുള്ള സ്ഥിതി ആലോചിച്ചൊക്കെ. ഇതിനെ വിളിക്കുന്ന പേരാണ് ലിവറേജ്. ഇത് ചെയ്യിപ്പിക്കുന്ന പണിയെ വിളിക്കുന്ന പേരാണ് ഡ്യൂപ്ലിക്കേഷൻ. ഇതായിരിക്കും ലിവറേജും ഡ്യൂപ്ലിക്കേഷൻ ആയിരിക്കും നമ്മുടെ അടുത്ത ടോപ്പിക് എന്നുകൂടി നിങ്ങൾ അറിയിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച് ഇൻഡീഡ്. എല്ലാവർക്കും ശുഭരാത്രി. നമ്മുടെ പ്രശോഭ് സാർ സംസാരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഞാൻ MC-യിലേക്ക് പോകുന്നു. അതിനു മുമ്പ് ഇതൊരു ചലഞ്ച് ആയിട്ട് എടുക്കൂ പ്ലീസ്. മെയ് മാസം കടക്കുമ്പോ
10 സെയിൽ ഞാൻ കൊണ്ടുവരും എന്ന വാശിയോടുകൂടെ നിങ്ങളൊന്ന് ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ കീഴടക്കാൻ, മറ്റൊരുത്തന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ പണിയെടുക്കേണ്ടത്. നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ ചതിക്കാതെ ഏറ്റവും മനോഹരമായ രീതിയിൽ ഫിജിക്കാർട്ടിനെ ദൈവസ്പർശമായിട്ടുള്ള ഒരു കമ്പനിയാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് എന്റെ കമ്പനിയാണെന്ന ബോധ്യത്തോടു കൂടി, ഇത് ഞാൻ ഉണ്ടാക്കിയ കമ്പനിയാണ്, ഇത് എന്റെ കമ്പനിയാണ്, ഇത് എന്റെ സെയിൽസ് ടീമാണ്, ഇത് എന്റെയാണ് എന്ന വിശ്വാസത്തോടു കൂടി റാങ്ക് നോക്കാതെ, നിങ്ങളുടെ ജാട നോക്കാതെ, നിങ്ങളുടെ വരുമാനം നോക്കാതെ, നിങ്ങളുടെ ഒരു ന്യായങ്ങളും കേൾക്കാതെ 10 സെയില് ഈ മാസം എടുക്കാൻ ഇൻഡിവിജ്വലി നിങ്ങൾ ഇറങ്ങൂ. നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നത് ഞാൻ കാണിച്ചു തരാം. ആ 10 സെയില് നിങ്ങളുടെ ട്രീക്ക് അനുസരിച്ച് നിങ്ങളുടെ വീക്ക് സൈഡിൽ വെക്കണോ, പവർ സൈഡിൽ വെക്കണോ, എ ടീമിൽ വെക്കണോ, ബി ടീമിൽ വെക്കണോ, ഇതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം. ഞാൻ പറയും 5 എണ്ണം നിങ്ങളുടെ എ ടീമിലും 5 എണ്ണം ബി ടീമിലും വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. 5 എണ്ണം നിങ്ങളുടെ എ ടീമിലും 5 എണ്ണം ബി ടീമിലും വെക്കുക. അങ്ങനെ 10 സെയില് ഈ മാസം എടുക്കുക. ക്വിക്ക് സെലക്ട് ഒരേ പ്രോഡക്റ്റ് ഫോക്കസ് ചെയ്യേ. ആ ക്വിക്ക് സെലക്ടിന്റെ പ്രോഡക്റ്റുകൾ മാത്രം നിങ്ങൾ വിറ്റാൽ മതി. നിങ്ങൾ വേറെ ഒരു കാര്യത്തിലേക്കും പോണ്ട, നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോണ്ട. ആ ഒരൊറ്റ പ്രോഡക്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് 10 സെയിലിലേക്ക് വാ. കളി മാറുന്നത് ഞാൻ കാണിച്ചു തരാം. താങ്ക് യു വെരി മച്ച്. ബാക്ക് ടു ശ്രീലക്ഷ്മി. ഓവർ ടു യു. താങ്ക് യു സർ. താങ്ക് യു പ്രവീൺ സർ ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. എനിക്ക് തോന്നുന്നു ചില ടെക്നിക്കൽ എറർ അല്ലെ അത് സംഭവിച്ചെങ്കിലും വരുന്നത് തന്നെ അത് റീജോയിൻ ചെയ്യുന്നത് പൂർവാധികം ശക്തിയോടെ തന്നെയായിരുന്നു. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഏത് സാഹചര്യത്തെയും ആത്മവിശ്വാസത്തോടെയും പുഞ്ചിരിയോടു കൂടി നേരിട്ടുകൊണ്ട് നമ്മളിലേക്ക് നല്ല ധൈര്യവും ഒരു പ്രതീക്ഷയെ നൽകുന്ന വാക്കുകളായിരുന്നു. തീർച്ചയായിട്ടും സർ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ ട്രെയിനിങ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ വരെ ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്ത ആളുകൾക്ക്, 1 വർഷം മുന്നേ ജോയിൻ ചെയ്ത ആളുകൾക്ക്, റാങ്ക് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന എന്നെ പോലെയുള്ള ആളുകൾക്ക്, ഒരു വരുമാനം കിട്ടാത്ത ആളുകൾക്ക്, വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, കിട്ടുന്നവർക്ക് പോരാ കുറച്ചും കൂടി കിട്ടണം എന്നുള്ള എന്ത് ചെയ്യണം എന്ന് ആകുലപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക്, എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്കും തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സർ ഇവിടെ തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ട്രെയിനിങ്ങിന്റെ ഈ ഒരു പാർട്ട് 2 വെയിറ്റിംഗ് ആണ്. ഈ ഒരു മണിക്കൂർ തീർച്ചയായിട്ടും വളരെ വാല്യുബിൾ തന്നെയായിരുന്നു. എല്ലാവർക്കും നല്ലൊരു പ്രതീക്ഷ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നമ്മുടെ ടെക്നിക്കൽ ഇറർ ഒഴികെ നിന്ന് കഴിഞ്ഞാൽ ഒരു ലാഗ് പോലും വന്നിട്ടില്ല. അത്രയും നല്ലതായിരുന്നു. തീർച്ചയായിട്ടും താങ്ക് യു സർ, താങ്ക് യു പ്രവീൺ സർ. ഇനി അടുത്തത് നമ്മുടെ വൈൻഡ് അപ്പ് സെഷനിലേക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു സെഷൻ കൂടിയാണിത്. ചില ആളുകൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് ആയിരിക്കാം ഇദ്ദേഹത്തെ ഡിജിറ്റലിലൂടെ മീറ്റ് ചെയ്യുന്നത്, പല ആളുകളും നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ എന്നിരുന്നാൽ കൂടിയും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് എനിക്ക് ഈ ഒരു വ്യക്തിയെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം പല വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് നമ്മുടെ ഫിജിക്കാർട്ട് ഫാമിലിയെ സത്യസന്ധമായിട്ട് നയിക്കാൻ വന്ന ഒരു പുതിയ വ്യക്തി തന്നെയാണ് നമ്മുടെ ജനറൽ മാനേജർ പ്രശോഭ് സർ. എന്താ പറയാ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് വിളിച്ചു കഴിഞ്ഞാൽ, ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനൊരു മറുപടി പറയുക, എന്ത് പ്രശ്നങ്ങൾ സംസാരിച്ചാലും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയും പുഞ്ചിരിയോടു കൂടിയും അതിനൊരു മറുപടി തരിക, ഫിജിക്കാർട്ടിനെ ഒരു നല്ല നിലയിലേക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരിരട്ടി വലിയൊരു നിലയിലേക്ക് എത്തിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കമ്പനിയാണ് ഞാൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായിട്ടുള്ള പ്രശോഭ് സർ. അദ്ദേഹത്തിന്റെ ഈ ഒരു സെഷനിലേക്ക് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്നത് തന്നെ ആയിരിക്കും. അപ്പോ പ്രശോഭ് സാറിനെ, നമ്മുടെ പ്രിയപ്പെട്ട GM-നെ ഈ ഒരു സ്ക്രീനിലേക്ക് ഞാൻ വളരെ സ്നേഹത്തോടെയും ആദരവോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും ഇൻവൈറ്റ് ചെയ്യാണ്. പ്രശോഭ് സർ, പ്ലീസ് വെൽക്കം. ഗുഡ് ഈവനിങ് MC. ശ്രീലക്ഷ്മി മാഡം കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓഡിബിൾ ആണോ? പ്രോപ്പർ ആണോ? ഓഡിബിൾ ആണ്, വിസിബിൾ ആണ്. കണ്ടിന്യൂ. Okay. Praveen sir, thank you for the wonderful session. Thank you sir. Thank you very much. എല്ലായിടത്തും പറയാന്ന് വെച്ചാൽ ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു സെഷൻ നമുക്ക് ഇവിടെ തന്നെ ഇപ്പം തൃശ്ശൂർ പ്രവീൺ സാർ പറഞ്ഞ പോലെ നല്ല തണ്ടർ സ്റ്റോമും ലൈറ്റ്നിങ് ഉണ്ട്, നെറ്റ് ഇഷ്യൂ ഉണ്ട്. എന്നാൽ കൂടെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത്രയും നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എഫക്റ്റീവ് ആവുന്ന രീതിയിൽ ഒരു സെഷൻ ഇന്ന് ഫസ്റ്റ് നമ്മളെ വേ ടു സക്സസ് എന്നുള്ള പ്രോഗ്രാമിന്റെ ഫസ്റ്റ് സെഷൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത പ്രവീൺ സാറിന് ഒരുപാട് നന്ദി പറയുന്നു. പ്രവീൺ സർ, താങ്ക് യു പ്രവീൺ സർ വൺസ് അഗെയിൻ. പിന്നെ
ഒരു വെറുതെ ഒരു ട്രെയിനിങ് സെഷൻ ആയിട്ട് കാണാതെ അതിൽ നമുക്ക് എന്താണ് ഔട്ട്കം കിട്ടിയത്, എന്താണ് നമ്മൾ ഉൾക്കൊണ്ട്, എന്താണ് ഇന്ന് രാത്രി അല്ലെ നാളെ രാവിലെ തൊട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്, അതാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. ആ തീരുമാനമാണ് നിങ്ങൾ മാറ്റാൻ പോകുന്നത്. പിന്നെ ഞാൻ അധികം, അതായത് ഒന്നാമത് 9:40 നിങ്ങൾ എല്ലാവരും ഡിന്നർ കഴിക്കേണ്ട ആൾക്കാരാണ്. ചില ആൾക്കാർ ഭക്ഷണം പാചകം ചെയ്തിട്ടുണ്ടാവില്ല, ഇനി കുക്ക് ചെയ്യേണ്ടി വരും. ഞാൻ അധികം നീട്ടാൻ പോകില്ല. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. നമ്മൾ വേ ടു സക്സസ്, അതായത് വിജയത്തിലേക്കുള്ള വഴി പറഞ്ഞു. പക്ഷെ ഞാൻ അതിലേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാണ്. നിങ്ങൾ ഒറ്റക്കാണോ വിജയിക്കേണ്ടത്? ഫിജിക്കലിൽ ഒരിക്കലും നിങ്ങൾ ഒറ്റക്ക വിജയിക്കേണ്ടതെന്ന് പറയില്ല. നിങ്ങളുടെ ടീം വളരുമ്പോഴാണ് നിങ്ങൾക്ക് എന്താ പറയാ ഒരു വിജയം അല്ലെ ഒരു സക്സസ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഒരു ടീം വർക്ക് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ടീം വർക്ക്. പിന്നെ പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് മാറ്റേണ്ട ഒരു കാര്യം നമ്മളെ മൈൻഡ് സെറ്റ് ആണ്. എന്നെ കൊണ്ട് പറ്റുമോ, പറ്റില്ലേ, ഇതെങ്ങനെ ചെയ്യാൻ പറ്റുക, ഇതെന്താ ചെയ്യുക, ഈ മീറ്റിങ്ങിൽ എന്താ, ട്രെയിനിങ്ങിൽ എന്താ പറഞ്ഞേ, ഞാൻ എങ്ങനെ നാളെ എന്ത് ചെയ്യും. ആ മൈൻഡ് സെറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മാറ്റണം. നമുക്ക് പറ്റാത്തതായിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ശ്രമിച്ചാൽ എന്ത് ബുദ്ധിമുട്ടും നമുക്ക് ഓവർകം ചെയ്ത് പോകാൻ പറ്റും. അതേപോലെ അടുത്ത് നമ്മൾ ഈ ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ മൈൻഡ് സെറ്റും നമ്മളെ ചിന്തയാണ് നമ്മളെ ഫ്യൂച്ചറിനെ കംപ്ലീറ്റ്ലി റീസെറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഞാൻ ഈ പറഞ്ഞ മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടന്റ്. അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഫിജിക്കാർട്ട് ഒരു വെറും ഒരു ബിസിനസ് മാത്രമല്ല, ഇത് നിങ്ങളെ ഓരോരുത്തരെയും ജീവിതം മാറ്റിമറിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. കാരണം ഇതിൽ നിങ്ങളെ ഇൻകം നിങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 30,000 രൂപ വരെ സീലിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കാരണം വേറൊരു ജോലിയിലാണെങ്കിൽ ഒരു 30,000 രൂപ വേണമെങ്കിൽ ഒരു മാസത്തെ ശമ്പളമായിരിക്കാം. പക്ഷെ ഫിജിക്കാർട്ട് സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എഫേർട്ട് എടുക്കുകയാണ്, നിങ്ങൾ ടീം വർക്ക് ആയിട്ട് പ്രോപ്പർ പ്ലാനിങ്ങിൽ പോവുകയാണെങ്കിൽ ഒരു ദിവസം 30,000 രൂപ, അപ്പോൾ ഒരു മാസം 9 ലക്ഷം വരെ വാങ്ങാനുള്ള അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ പേഴ്സണൽ ഗ്രോത്ത്, റെക്കഗ്നിഷൻ ആൻഡ് റെസ്പെക്ട്, ഇങ്ങനത്തെ ഒരു കാര്യം വേറെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അത്രയും മാത്രം ഓപ്പർച്യൂണിറ്റിയാണ് ഫിജിക്കാർട്ട് കിട്ടുന്നത്. പിന്നെ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നിപ്പം ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഇപ്പൊ സമയം ഉണ്ടെങ്കിൽ ഇന്ന്, ഇല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ ഒരു 5 ആളെ അപ്രോച്ച് ചെയ്യുക. 5 ആളെ അപ്രോച്ച് ചെയ്യുക, അവർക്ക് കാര്യങ്ങൾ കൊടുക്കുക, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അവരെ ഫോളോ അപ്പ് ചെയ്യുക. വേറൊരു കാര്യം, ഒരു സക്സസും ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായല്ല. പക്ഷെ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ ശ്രമങ്ങളാണ് നമുക്ക് വലിയ സക്സസ് ആക്കുന്നത്. ഞാൻ ഇത്രയും ലേറ്റ് ആയ സമയത്ത് ഇനി അധികം കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അടുത്ത കമ്മിങ് സെഷൻസിൽ ഞാൻ ഓരോ പോയിന്റ്സ് ആയിട്ട് പറയാം. ലേറ്റ് ആയതുകൊണ്ട് അധികം ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. താങ്ക് യു ഓൾ. താങ്ക് യു ശ്രീലക്ഷ്മി. താങ്ക് യു ശ്രീലക്ഷ്മി. താങ്ക് യു പ്രശോഭ് സർ, താങ്ക് യു സോ മച്ച്. എന്താണല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ വെച്ച് നോക്കുകയാണെങ്കിൽ, എന്നാ എനിക്ക് ഒരുപാട് കമ്പനിയിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. എന്റെ ഫസ്റ്റത്തെ കമ്പനി തന്നെയാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്നത്. നമുക്ക് അവിടുത്തെ ഒരു ചെയർമാനോ അല്ലെങ്കിൽ ചില വർക്ക് ചെയ്യുന്ന പല ആളുകളെയും നമ്മൾ ഈ ഒരു യാത്രയിൽ പരിചയപ്പെട്ടിട്ടും അവരവരുടെ കമ്പനി പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ നല്ലൊരു ചെയർമാനോ അല്ലെങ്കിൽ ഒരു GMO, അവരുടെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു മാനേജ്മെന്റ് ഒന്നും ചിലപ്പോൾ കാണില്ല. അവരെ കൊണ്ടുവന്ന ആളുകൾ അല്ലെങ്കിൽ കുറെ കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് ആ സോഷ്യലിൽ നടക്കുന്ന കുറച്ച് ലീഡേഴ്സിനെയൊക്കെ അവർക്ക് കാണിക്കാൻ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് നമ്മുടെ ലീഡേഴ്സിനെ, നമ്മളെ ഇവിടെ കൊണ്ടുവന്ന ആളുകൾക്കൊപ്പം തന്നെ നമ്മുടെ കമ്പനി മാനേജ്മെന്റും നമുക്ക് ഒപ്പത്തിന് നിൽക്കുകയാണ്. അത് തന്നെയാണ് വേ ടു സക്സസിന്റെ ഇനിയുള്ള യാത്രയിൽ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നത്. ഫിജിറ്റൽ അക്കാഡമി വളരെ ആത്മവിശ്വാസത്തോടു കൂടി, വളരെ കോൺഫിഡന്റോട് കൂടിയിട്ട് തന്നെ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വലിയൊരു ടീമിനെ, വലിയൊരു അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും പ്രശോഭ് സാർ ഇപ്പൊ പറഞ്ഞു വെച്ചതുപോലെ തന്നെ മറ്റെവിടെയും നമുക്ക് ലഭിക്കാൻ പറ്റാത്ത അംഗീകാരവും ഇൻകവും ഒക്കെ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ഞാനൊക്കെ എക്സ്പീരിയൻസിൽ പറയാറുണ്ട്, 10-30 വർഷമൊക്കെ ആരുടെയെങ്കിലും കീഴിൽ എവിടെയൊക്കെയോ പണിയെടുക്കുന്നതൊക്കെ ഒരു 3-4 കൊല്ലം കൊണ്ട് എനിക്കൊക്കെ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു റാങ്ക് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം രൂപ ഒരു ZSDM നേടിയെടുക്കാൻ പറ്റുന്നുള്ളത്. എന്റെ പ്രൊഫഷൻ ടീച്ചറാണ്, പക്ഷെ നമുക്ക് അവിടെ നിന്നൊക്കെ കിട്ടാൻ പോകുന്ന വരുമാനം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു പ്രൈവറ്റ് സ്കൂളിലോ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലൊക്കെ പൈസ കൊടുത്തിട്ട് കിട്ടാൻ പോകുന്നതിനേക്കാളും ഇരട്ടിയാണ്. അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ സാർ ഇവിടെ പറഞ്ഞു വെച്ചതും. നമുക്കൊക്കെ ഇതിന്റെ മഹത്വം തീർച്ചയായിട്ടും ഒരുപാട് ഇനി ചില ആളുകൾക്കും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഒരു ഗ്രേറ്റ് സെഷൻ തന്നെ ആയിരുന്നു ഫിജിറ്റൽ അക്കാഡമി നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഇൻട്രൊഡക്ഷൻ സെഷനിൽ തന്ന അജേഷ് സർ, അതോടൊപ്പം തന്നെ ട്രെയിനിങ് എടുത്തു തന്ന പ്രവീൺ സർ, ഒപ്പം ഇപ്പൊ വൈൻഡപ്പിൽ എത്തിയിട്ടുള്ള പ്രശോഭ് സർ, 3 പേർക്കും
നമ്മുടെ എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ശരിക്കും നമ്മൾ ഫാമിലി തന്നെയാണ്, ഇവിടെ ഒരു ഫോർമാലിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിന് അത് അത്യന്താപേക്ഷിതം തന്നെയാണ്. തീർച്ചയായിട്ടും വരുന്നത് വളരെ എക്സൈറ്റ്മെന്റോട് കൂടി കാത്തിരിക്കുകയാണ്. അപ്പൊ പ്രവീൺ സർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പുതിയ പോസ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ ക്യൂബ് സെലക്ടിന്റെ ഒക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. മാക്സിമം വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ നിങ്ങൾക്കൊക്കെ വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. Signing off, Sri Lakshmi, Zonal Sales Development Manager, FijiCard.com. Thank you and good night all.